السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أفضل رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. ഏറ്റവും പ്രിയം നിറഞ്ഞ ഫോക്കസ് അക്കാദമി ജെ ആർ എഫ് ക്രാഷ് കോഴ്സിന് ചേർന്നിട്ടുള്ള പ്രിയ സുഹൃത്തുക്കളെ, നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ദിവസം യൂണിറ്റ് 1 ഷിയാറുൽ അറബി ഹത്തൽ അബ്ബാസി കാലം വരെയുള്ള അറേബ്യൻ കവിതയിലെ ഫസ്റ്റ് 2 ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഈ ഒരു വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, പ്രത്യേകിച്ച് ക്ലാസ് കേൾക്കുന്നതോടൊപ്പം തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസറുകളൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം അതാണ് അവസാന സമയത്ത് കൂടുതൽ പ്രയോജനപ്പെടുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ NTA സൈറ്റിൽ നമുക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യാനുണ്ടാവും. നമ്മുടെ ഫസ്റ്റ് പേപ്പറും സെക്കൻഡ് പേപ്പറും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എപ്പോഴും വീക്കാവുന്ന നമുക്ക് മാർക്ക് നേടാൻ സാധിക്കാത്ത ഏരിയകളൊക്കെ കണ്ടെത്താനും അത് ഏത് യൂണിറ്റിലെ ഏത് ഭാഗത്തു നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാക്കി അത് കൂടുതൽ ഒന്നുകൂടി റിവൈസ് ചെയ്ത് പഠിക്കാനും എന്നിട്ട് വീണ്ടും അറ്റൻഡ് ചെയ്യാനും ശ്രമിക്കുക. അതിനു വേണ്ടി കൂടി ഈ സമയം ചിലവഴിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഷുഅറ സാലിക്കാണ് നമുക്ക് ഇന്ന് പറഞ്ഞു തുടങ്ങാനുള്ളത്. നമ്മുടെ കഴിഞ്ഞ ദിവസം ജാഹിലിയ കവി മുഅല്ലഖാത്തിനെ കുറിച്ച് പറഞ്ഞതിന് മുമ്പ് അസ്ലുൽ ലുഗയെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി മൂന്നാമതായിട്ട് നമ്മുടെ സിലബസിൽ യൂണിറ്റ് 1 വരുന്ന ഏരിയയാണ് ഷുഅറ സഅലി, അല്ലെ, സഅലിക്ക് കവികൾ. നമ്മൾ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് ഷുഅറ സഅലിക്ക്, അതുപോലെ ഷുഅറ അൽ മുഖദ്റം, അതുപോലെ ഷിഅറുൽ അമവി എന്ന ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് തുടങ്ങാം. ഒന്നാമതായിട്ട് സ്വഅലക അല്ലെങ്കിൽ സ്വഅലൂക്ക് എന്നൊക്കെ പറഞ്ഞാൽ സ്വഅലക്കന്റെ അർത്ഥം ഫഖർ എന്നാണ്, ദാരിദ്ര്യം എന്നാണ് അതിന്, അല്ലെങ്കിൽ ഇല്ലായ്മ, ദാരിദ്ര്യം എന്നൊക്കെ. അപ്പൊ സ്വഅലൂക്ക് എന്ന് പറയാൻ ഈ ഒന്നുമില്ലാത്ത പാവപ്പെട്ട ആളുകൾ. ശരിക്ക് ഈ ഒരു പദത്തിന്റെ അർത്ഥം ഇങ്ങനെയാണെങ്കിൽ ഇവര് സ്വഅലൂക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജമാഅത്തു മിനൽ ലുസൂസി ഇൻതശറു ഫി ജസീറ അൽ അറബിയ യക്സിബൂന അൽ ആയിഷ ബിൻ നഹബി വസ്സൽമി. ജാഹിലിയ കാലഘട്ടത്തിൽ ഇല്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ ഫഖർ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടിയിരുന്ന ഒരു വിഭാഗം ആളുകൾ അവരുടെ ജീവിതോപാധിയായിട്ട് കളവ്, മോഷണം അവരുടെ ഒരു ജീവിതോപാധിയായി മാറ്റുകയും ഇൻതശറു ബിൽ ജസീറ അൽ അറബിയ, അവരെ ജസീറത്തുൽ അറബിൽ പരന്നു കടന്ന് യക്സിബൂന അൽ ആയിഷ ബിൻ നഹബി വസ്സൽമി, ഈ മോഷണവും പിടിച്ചുപറിയും ജീവിതത്തിന്റെ ഒരു അധ്വാനമായിട്ട് കണ്ട വിഭാഗം ആളുകളാണ് സ്വാലിക്കുകൾ. അപ്പൊ അവരിൽ നിന്നുണ്ടായിട്ടുള്ള സാഹിത്യമാണ് അദബ് സ്വാലിക്കുന്നത്. പല കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു പ്രവൃത്തിയിലേക്ക് പോയത്, അല്ലെങ്കിൽ ഇവർക്ക് ഈ ഒരു ഇല്ലായ്മ ഒക്കെ ഉണ്ടാവാൻ കാരണം ആയത് പല പ്രവൃത്തികളാണ്, അല്ലെങ്കിൽ പല കാരണങ്ങളാണ്. അത് ഒന്നാമതായിട്ട് പറയുന്ന അബദത്തുഹും ഖബായിലുഹും, പലപ്പോഴും അവരുടെ ഗോത്രങ്ങൾ അവരെ ഒഴിവാക്കി. ഗോത്രങ്ങളുടെ കൾച്ചറുകൾക്ക്, അവരുടെ നിയമങ്ങൾക്ക് അനുസരിച്ച് നിൽക്കാത്തത് കൊണ്ട് കാരണത്താലോ, അല്ലെങ്കിൽ അന്നഹും കാനു അബ്നാ ഇമാഇൻ, ചിലപ്പോൾ അടിമ സ്ത്രീകളുടെ മക്കൾ. അപ്പൊ അവർക്ക് വലിയ സ്ഥാനം ഉണ്ടാവില്ല, പിതാവില്ലാത്തത് കൊണ്ട്. അങ്ങനെ അടിമ സ്ത്രീകളുടെ മക്കൾ എന്നുള്ള കൊണ്ട് ഒറ്റപ്പെട്ടു പോയവര്. അവലി അന്നഹു അതോ അമാലിൻ തതനാഫ തഖാലീദ തിൽക്കൽ ഖബായിൽ, അല്ലെങ്കിൽ അവിടുത്തെ ഗോത്രങ്ങളുടെ ചര്യകൾ, തഖാലീദുകൾ, അവരുടെ ആചാരങ്ങൾ, അതിനെതിരായിട്ടുള്ള പ്രവൃത്തികൾ ഇവർ ചെയ്ത പ്രകാരം ഒറ്റപ്പെട്ടു പോയ ഒരു കൂട്ടം ആളുകൾ. അവർക്ക് ജീവിതോപാധിയായിട്ട് ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് അവർ മറ്റുള്ളവരെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗമായി മാറുകയാണ് ചെയ്തത്. അങ്ങനെയാണ് സ്വാലിക്കുകൾ ഉണ്ടാകുന്നത്. അവരിൽ നിന്നുണ്ടാകുന്ന സാഹിത്യത്തെയാണ് അദബ് സ്വാലിക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ പ്രധാനമായിട്ടും 3 വിഭാഗമായിട്ട് മഹദൂക്കത്തുകൾ ഇവരെ വിഭജിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് സ്വാലിക്ക് വരുന്നത് അബ്നാഉൽ ഹബിഷിയ്യ സ്റ്റോറി, നമ്മൾ നേരത്തെ പറഞ്ഞ അടിമ ആയിട്ട് ഉള്ള സ്ത്രീകളുടെ മക്കൾ, അബ്നാഉൽ ഹബിഷിയ്യ സ്റ്റോറി, നിഗ്രോകളായ അടിമകളായ ആളുകളുടെ മക്കൾ, അവര് ഈ പറഞ്ഞ സ്വാലിക്കിൽ പെടും. എന്താണ് അവർ പെടാൻ കാരണം? നബറും ആബാഹും, അവരുടെ പിതാക്കന്മാർ അഥവാ യജമാനന്മാര് അവരെ ഒഴിവാക്കി. അതുപോലെ അവരെ അവരുടെ പാരമ്പര്യത്തോട് ചേർക്കാൻ അവർ
ആഗ്രഹിച്ചില്ല. അങ്ങനെയാണ് പല അന്നത്തെ ഒരു രീതി എന്ന് പറയുന്നത്. അടിമ സ്ത്രീകളിൽ യജമാനെ കുറിച്ചുണ്ടാകും, യജമാനെ അവരെ ഒഴിവാക്കും. അവരെ സ്വന്തം നമ്മൾ കഴിഞ്ഞ ദിവസം അന്തറയെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ആ വിഷയം നമ്മൾ ചെറുതായി സൂചിപ്പിച്ചിരുന്നു. അത്തരത്തിലുള്ള ആളുകളാണ് സലീഖ് സെൽക്ക, കഅബത്ത് ഷർറ, ഷംഫറ തുടങ്ങിയിട്ടുള്ള സാലിക്ക് പ്പെട്ട അത്തരത്തിലുള്ള ആളുകളാണ് ഈ പറയുന്ന മൂന്നാളുകൾ. രണ്ടാമത്തെ ഒരു വിഭാഗം ഫിഅത്തുൻ ഇഹ്തറഖത്ത് സ്വഅലഖത്തു ഇഹ്തിറാഫൻ വഹവ്വലത്ഹാ ഇലാ മാ യഫൂഖുൽ ഫഹ്ശിയ. രണ്ടാമത്തെ വിഭാഗം ഈ പറയുന്ന സ്വഅലഖ എന്ന് പറയുന്ന പരിപാടി, ഈ ആളുകളിൽ നിന്നും മോഷ്ടിച്ചുകൊണ്ട് ജീവിതോപാധി നടത്തുക എന്നുള്ള ആ ഒരു പണി, അത് ഒരു ജോലിയാക്കി മാത്രം കണ്ട ആളുകൾ. അതൊരു ജോലി, ഒരു പ്രവർത്തനം. എത്രത്തോളം എന്ന് വെച്ചാൽ അത് ഒരു ഫുറൂസിയത്തിനേക്കാൾ, ഒരു യുദ്ധത്തിന്റെ ധീരതയേക്കാൾ, അല്ലെങ്കിൽ ഒരു ധീരന്റെ പ്രവൃത്തിയേക്കാൾ അപ്പുറത്തെ കാണുന്ന ഒരു വലിയ സാഹസികതയായി കാണുന്ന വിഭാഗം ആളുകൾ. നമ്മള് നമ്മുടെ കഥകളിലൊക്കെ കാണുന്ന പോലെ അത്തരത്തിൽ ഒരു ധീരമായ പ്രവൃത്തിയായിട്ട് കാണുന്ന വിഭാഗമായ ആളുകൾ. അത്തരത്തിലുള്ള ആളുകൾപ്പെട്ട ആളാണ് ഉറുവത്തുൽ വഹബ്. നമുക്ക് നമ്മുടെ സിലബസിലെ ഈ സ്വാലിഹിൽ പഠിക്കാനുള്ളത് കഅബത്ത് ഷർറ, ഷംഫറ, ഉറുവത്തുൽ വഹബ് എന്നവരെ കുറിച്ചാണ്. എങ്കിലും 3 വിഭാഗങ്ങൾ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. മൂന്നാമത്തെ വിഭാഗം ഫിഅത്തുൽ ഖുലഅ അശ്ശിദാബ്. അപ്പൊ മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അൽ ഫിഅത്തുൽ ഖുലഅ അശ്ശിദാബ്, ഹാജിസുൽ അസദി, ഖൈസുൽ ഹദാദിയ, ബറാദ് ബിൻ ഖൈസുൽ കനാനി തുടങ്ങിയിട്ടുള്ള ആളുകൾ. അവരെ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ആ ഗോത്രങ്ങളിൽ നിന്ന് അകറ്റപ്പെട്ട ആളുകൾ, പല അവരുടെ നിയമങ്ങൾക്കെതിരായി പ്രവർത്തിച്ചതുകൊണ്ടും മറ്റൊക്കെ ഗോത്രങ്ങളിൽ നിന്ന് അകറ്റപ്പെട്ട ആളുകളാണ് മൂന്നാമതായിട്ട് ഉള്ള ഇതിൽ വിഭാഗം എന്ന് പറയുന്നത്. ഈ ഫിഅത്തുൽ ഖുലഅ അശ്ശിദാബ്, ഗോത്രക്കാര് അകറ്റിയിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ. അപ്പൊ ഈ 3 വിഭാഗം ആളുകളാണ് ഇവിടെ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. ഷംഫറയെ കുറിച്ചാണ് ആദ്യം നമ്മൾ പറയുന്നത്. ഷംഫറ അദ്ദേഹം ഖർനുൽ ഖാമിസ് അദ്ദേഹത്തിന്റെ ജീവിതകാലം എന്ന് പറയുന്നത് 5-ാം നൂറ്റാണ്ടിലും 6-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും ഒക്കെ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഈ വിഭാഗത്തിൽ ആദ്യമായിട്ട് തർത്തീബ് സമനി നമ്മൾ നോക്കുമ്പോൾ ഷംഫറയാണ് കാണുന്നത്. ഷംഫറ സാബിത്ത് ബിൻ അവാസുൽ അസദി ആണ് അദ്ദേഹത്തിന്റെ പേര്. അത് ഓർത്തു വെക്കണം. യഥാർത്ഥ നെയിം സാബിത്ത് ബിൻ അവാസുൽ അസദി. സെൽക്കന്റെ സാബിത്ത് ബിൻ ജാബിറുൽ ഫഹ്മി എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടും സാബിത്ത് തന്നെയാണ്. ഒന്ന് അവാസുൽ അസദി അൻ ഷംഫറ, മറ്റാള് സാബിത്ത് ബിൻ ജാബിറുൽ ഫഹ്മി. യമനിയുൽ അസ്ല് യമനിയാണ്. ഷംഫറ എന്നുള്ള പേര് കിട്ടാൻ കാരണം ഷഫത്തൈഹി കാനത ബാരിസത്തി, അദ്ദേഹത്തിന്റെ 2 ചുണ്ടുകളും വളരെ വലുതായിരുന്നു. അതിങ്ങനെ വെളിവായ രൂപത്തിൽ വലിയതായ 2 ചുണ്ടുകളുള്ള ആളാണ്. അപ്പൊ 2 വലിയ ചുണ്ടുകളുള്ള ആള് എന്നുള്ള അർത്ഥത്തിലാണ് ഷംഫറ എന്ന പേര് അദ്ദേഹത്തിന് കിട്ടിയതെന്ന് പറയും. സാബിത്ത് ബിൻ അവാസുൽ അസദിയാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. ഓക്കെ. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം പോരാളിയായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹലഫ, അദ്ദേഹം സത്യം ചെയ്തു എന്നാ പറയുന്നത്. ബനി സലാമ ഗോത്രത്തിൽ നിന്ന് 100 ആളുകളെ കൊല്ലുമെന്ന് അദ്ദേഹം സത്യം ചെയ്തു. അങ്ങനെ 99 ആളെ അദ്ദേഹം കൊന്നു. അങ്ങനെ 100 ആളുകളെ കൊല്ലുമെന്ന് പറഞ്ഞ ആൾ 99 ആളെ കൊന്നു. അങ്ങനെ ആ സമയത്ത് ഉസൈദ് ബിൻ ജാബിർ അദ്ദേഹത്തെ വധിച്ചു. ആ സമയത്ത് അങ്ങനെ അദ്ദേഹം വധിക്കപ്പെട്ട് അങ്ങനെ കിടക്കുന്ന സമയത്ത് ഏതോ ഒരു മനുഷ്യൻ, ബനി സലാമ ഗോത്രത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ശവത്തിന്റെ തലയോട്ടി, അദ്ദേഹത്തിന്റെ തലയോട്ടി ഈ പറയുന്ന ബനി സലാമ ഗോത്രത്തിൽപ്പെട്ട ഏതോ ഒരാളുടെ കാലിൽ തറച്ച് എന്നാ പറയുന്നത്. തലയോട്ടിയുടെ എല്ല് കാലിൽ തറച്ച്, അങ്ങനെ അത് തറച്ച മനുഷ്യൻ കൊല്ലപ്പെട്ടു. കാലിൽ നിന്ന് രക്തം മാർന്നടിച്ച് കൊല്ലപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഒരു സത്യം പൂർത്തീകരിച്ചു എന്ന് പറയുന്നത് തമ്മത്തിൽ ഫസിലാമിയാണ്. അങ്ങനെ മരണത്തിന് ശേഷമാണെങ്കിൽ 99 കഴിഞ്ഞ് അവസാനം 100 അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആ സത്യം പൂർത്തീകരിച്ചു എന്ന് വളരെ സാഹസികമായി പറഞ്ഞു പോകുന്നുണ്ട്. ഏതായാലും അദ്ദേഹത്തിന്റെ കവിതയാണ് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ലാമിയത്തുൽ അറബാണ്. 68 ബൈത്തുള്ള അദ്ദേഹത്തിന്റെ കവിത വളരെ പ്രസക്തമാണ്. ദമഖ്ശരി അദ്ദേഹത്തിന്റെ ഈ കവിതയെ ഷറഹ് ചെയ്തിട്ടുണ്ട്.
അദ്ദേഹത്തിന് ഒരുപാട് ലഖബുകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അബു സഅലീക്ക്, മുറക്കിഷുൽ അർക്കം അക്ബർ, ഇബിന് സഹ്റാ, ഇബിന് തൊബിയൽ ബദവിയ എന്ന പേരുകളിലൊക്കെ നമ്മുടെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ശരിയൽ അതും നന്നായി ഓടാൻ കഴിയുന്ന ആളാണ്. അദ്ദേഹത്തിനെ കൊണ്ട് ഉദാഹരിക്കപ്പെടുന്നത് ആദാമിന് ഷംഫറ, ഷംഫറയേക്കാൾ ഓടാൻ കഴിയുന്നവൻ എന്ന് അറബികൾ അവരുടെ ഉദാഹരണങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ മസലുകളിൽ, അവരുടെ ഉപമകളിലൊക്കെ അദ്ദേഹത്തെ ഉപമിച്ച് പറയാറുണ്ട്. ആ ഉപമിച്ച് പറയുന്ന രൂപത്തിൽ, അദ്ദേഹത്തെ ഉപമിക്കാൻ പറ്റുന്ന രൂപത്തിൽ അദ്ദേഹം അത്രത്തോളം നന്നായി ഓടാൻ കഴിയുന്ന ആളായിരുന്നു എന്ന് പറയുന്നു. ഷംഫറയേക്കാൾ ഓടാൻ കഴിയുന്നവൻ എന്ന രൂപത്തിൽ അദ്ദേഹത്തെ ഉപമിക്കാറുണ്ട് എന്ന് പറയും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് അല്ലിമു ഔലാദക്കും ഖസീദത്തെ ഷംഫറ, നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഷംഫറയുടെ ഖസീദ പഠിപ്പിച്ചു കൊടുക്കുക. കാരണം ഇന്നഹ ഖസീദ തുഅല്ലിമുഹും മകാരിമൽ അഖ്ലാഖ്, കുട്ടികൾക്ക് നല്ല സ്വഭാവം എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഷംഫറയുടെ പഠിപ്പിച്ചു കൊടുക്കുക, നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല സ്വഭാവത്തെ പഠിപ്പിച്ചു കൊടുക്കും, നല്ല സ്വഭാവം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുമെന്ന് ഉമർ ഇബ്നു ഖത്താബ് ഇദ്ദേഹത്തിന്റെ കവിതയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഉമ്മഹാത്തുൽ കുത്തുബിലുള്ളതാണ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത്. രണ്ടാമതായിട്ട് തഅബ്ബത്ത് ഷർറ, 530കളിൽ ആണ് അദ്ദേഹം ധരിക്കപ്പെടുന്നത്. പേര് സാബിത്ത് ബിൻ ജാബിർ അൽ ഫഹ്മി എന്നാണ്. കബീല ഫഹ്മ് ഗോത്രമാണ്. ചോദ്യങ്ങളിൽ വന്നതാണ്, ഇപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഫഹ്മ് ഗോത്രമാണ്, കൈസിൽ നിന്നുള്ള ഫഹ്മ് ഗോത്രം. കൈസ് ഗോത്രത്തിന്റെ ഉപവിഭാഗമായിട്ടാണ് ഈ ഫഹ്മ് ഗോത്രം വരുന്നത്. അദ്ദാവ്, ഇദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ നന്നായി ഓടുന്ന ആളാണ്. പ്രത്യേകിച്ച് റുസൂസിങ്ങളാകുമ്പോൾ, കള്ളന്മാരാകുമ്പോൾ അവർ നന്നായി മോഷ്ടിച്ചുകൊണ്ട് ഓടാൻ കഴിയുന്നവരായിരിക്കണം. അത്തരത്തിൽ അദ്ദാവിന്റെ ഓടാൻ കഴിയുന്ന ആൾ കൂടിയാണ് തഅബ്ബത്ത് ഷർറ. ലിസ്മിൻ അദ്ഹ വ അശദ്ദുഹും ഫത്ജൻ, ഇത്തരം ഈ പറയപ്പെടുന്ന ഈ കവികൾ, ഈ പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് മോഷണം നടത്തിയിട്ടുള്ള, നല്ലധികം ശത്രുക്കൾക്ക് പരിക്കേൽപ്പിക്കുന്ന രൂപത്തിൽ മോഷണം നടത്തുന്ന ആളാണ് തഅബ്ബത്ത് ഷർറ. അദ്ഹൽ ലുസൂസി അശദ്ദുഹും ഫത്ജൻ എന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. നന്നായി ആക്രമിക്കുന്ന, നല്ല രൂപത്തിൽ മോഷണം നടത്തിയിട്ടുള്ള ആളാണ് തഅബ്ബത്ത് ഷർറ. തഅബ്ബത്ത് ഷർറയ്ക്ക് ആ പേര് വരാനുള്ള കാരണം പറയുന്നുണ്ട്, ലഖബിന്റെ കാരണം. ലഖബിന്റെ കാരണം പറയുന്നത് ലിഅന്നഹു ഖറജ വഫി യദിഹി സിക്കീൻ, അദ്ദേഹം പുറപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ, ഒരിക്കലും യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു, ഒരു കത്തി ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ്, തഅബ്ബത്ത ഷർറൻ, അദ്ദേഹം ഷെറ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, ഷെറ് കയ്യിലാക്കിയിട്ടുണ്ട് എന്നർത്ഥം. അബത്താണെന്നുണ്ടെങ്കിൽ കക്ഷത്തിലാക്കുക. അപ്പോ ഷെറ് കക്ഷത്തിലാക്കി നടക്കുകയാണ് അദ്ദേഹം എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തിനെ വിളിച്ചു. അത് അദ്ദേഹത്തിന്റെ ലഖബായി മാറി എന്നാണ്. ഷെറ് കക്ഷത്തിലാക്കുക എന്ന് പറഞ്ഞാൽ കയ്യിൽ കത്തിയേന്തി നടക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചത്. പിന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ മിൻ അഗ്രിബത്തിൽ അറബി, അറബികളിൽ നീഗ്രോകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. ഇബ്നു അമത്തിൻ ഹബിഷ്യത്തിൻ സൗദാർ, യൂറോപിയായ, അതുപോലെ തന്നെ നീഗ്രോയായ അടിമ സ്ത്രീയുടെ മകനായിട്ടാണ് അദ്ദേഹം ജനിക്കുന്നത്. മറ്റൊരു അഭിപ്രായം കാണുന്നത് അദ്ദേഹത്തിന്റെ ഉമ്മ സ്വതന്ത്രയാണ്, ഫഹ്മ് ഗോത്രത്തിൽ നിന്ന് സ്വതന്ത്രയായ ഒരു സ്ത്രീയാണ്, അവരുടെ പേര് ഉമൈമയാണ് എന്നും മറ്റൊരു അഭിപ്രായം കാണുന്നുണ്ട്, ഓർത്തു വെക്കുക. പിന്നെ ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, തഅബ്ബത്ത് ഷർറയെ കുറിച്ച് പറയുന്നത് ഷാഇർ സഅലൂക്കിൻ ഹാദിൽ ബസരി വസ്സമി, നന്നായി കാണാനും കേൾക്കാനും കഴിവുള്ള സഅലൂക്ക് കവിയാണ്. ഖൈലിനോട് സമാനമാണ്, പറഞ്ഞാൽ ഒട്ടകത്തെ പോലെ അല്ല, കുതിരയെ പോലെ അദ്ദേഹത്തിന് കാണാനും കേൾക്കാനും, കുതിരയ്ക്ക് നല്ല കേൾവിശക്തിയും കാഴ്ചശക്തിയും ഉണ്ട്, അതുപോലെ അദ്ദേഹത്തിന് സമാനമായ കാഴ്ചശക്തിയും കേൾവിശക്തിയും അദ്ദേഹത്തിനുണ്ട്. യഹ്സു അലാ റിജ്ലൈഹി, രണ്ട് കാലിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്ന ആളാണ്. വാഹനമൊന്നും ആവശ്യമില്ല, രണ്ട് കാലിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്ന ആളാണ്. ഉമ്മുഹു കാലത്ത് ഷായിറത്തൻ വറസത്തുഹു ബിമർസിയതിന്, അദ്ദേഹത്തിന്റെ ഉമ്മ ഒരു കവിയായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച്, അദ്ദേഹം മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തെ കുറിച്ച് ഒരു എന്തെങ്കിലും വിലാപകാവ്യം അദ്ദേഹത്തെ കുറിച്ച് ഉമ്മ എഴുതിയിട്ടുണ്ട് എന്നും പറയുന്നു.
മൂന്നാമതായിട്ട് ഈ വിഭാഗത്തിൽപ്പെടുന്ന ആള് ഉറുവത്ത് ബിൻ വർദിൽ അബസിയാണ്. അദ്ദേഹത്തിന്റെ നെസബ് വരുന്നത് അബസ് ബിൻ വഹീൽ എന്നവരിലേക്കാണ് നെസബ് എത്തുന്നത്. അദ്ദേഹത്തിന് ഉറുവത്ത് സആലിക്ക് എന്ന പേര്, അതുപോലെ തന്നെ അബു സആലിക്ക്, അമീറു സആലിക്ക്, അബുൽ ഫുഖറ, അബുൽ മസാക്കീന് എന്നുള്ള ലഖബുകളൊക്കെ ഉള്ള ആളാണ് ഉറുവത്ത് ബിൻ വർദ്. ഉറുവത്ത് സആലിക്ക്, അബു സആലിക്ക്, അമീറു സആലിക്ക് എന്നുള്ള പേരുകളൊക്കെ ലഖബുകളുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹു ഉറുവയെ കുറിച്ച് പറഞ്ഞത് ലൗകാന ലി ഉറുവത്ത് ബിൻ വർദി വലദ് ലഅഹ്ബബ്തു അൻ അതസവ്വജ ഇലൈഹി. ഉറുവത്ത് ബിൻ വർദിന് വല്ല മക്കളും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവരുമായി കല്യാണബന്ധം സ്ഥാപിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പൊ ഉറവക്ക് മക്കളുണ്ടായിരുന്നെങ്കിൽ അവർക്ക് കല്യാണം കഴിച്ചെടുക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. എന്റെ മക്കളെ അവർക്ക് കല്യാണം ബന്ധം ഉണ്ടാക്കാൻ ഞാൻ താല്പര്യപ്പെട്ടിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു മഹിമയെ, കുടുംബ മഹിമയെ കുറിച്ച് മുആവിയ എന്നവർ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സൗജത്ത് സൽമൽ ഖഫാരിയ തമാദർ അൽ റസിയ എന്നവരൊക്കെയാണ് എന്ന് പറയപ്പെടുന്നു. ആഷിഖത്ത് ഹാല ബിൻത് കരീം. അദ്ദേഹത്തിന്റെ പിതാവ് കാന വാലിദുഹു മിൻ ഫുർസാനി ഹർബ് ദാഹിസ് വൽ ഖബറ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹർബ് സിബാഖ്. ആ ഹർബ് സിബാഖ് എന്നറിയപ്പെടുന്ന ഹർബ് ദാഹിസ് വൽ ഖബറയിലെ യോദ്ധാക്കളിൽപ്പെട്ട ആളായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവായ വർദ്. വർദ് എന്ന അദ്ദേഹത്തിന്റെ പിതാവ് ഹർബ് ദാഹിസിലെ ഒരാളിയായിരുന്നു. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. അദ്ദേഹം ഒരു ഈ പറയുന്ന സ്വലക്കത്ത് എന്ന് പറയുന്ന ആ പ്രവർത്തനം, സ്വലക്കത്ത് എന്ന് പറയുന്നത് ഒരു ജോലിയായി കണ്ടതാണ്. എന്തുകൊണ്ടാണ് അത് ജോലിയായി കാണാൻ കാരണം എന്ന് പറയുന്നത്, ബ്രേക്ക് ആവുന്നുണ്ടോ, കാരണം ഇവിടെ മഴ പെയ്യുന്നുണ്ട്, ചിലപ്പോൾ അതായിരിക്കും ബ്രേക്ക് ആയോ സൗണ്ട് പറയുന്നത് തോന്നുന്നു. ഓക്കെ, ശ്രദ്ധിക്കാം. അപ്പോ ഇദ്ദേഹം സ്വലക്കത്ത് എന്ന് പറയുന്ന പ്രവൃത്തിയെ ഒരു ജോലിയായി കണ്ട ആളായിരുന്നു നമ്മുടെ ഈ ഉറുവ. അതിന്റെ കാരണം സിരിയക്കോ അദ്ദേഹം മോഷ്ടിച്ചിരുന്നത് ഈ ഫുഖറ, ഈ പാവപ്പെട്ട ആളുകളെ ഭക്ഷിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പാവപ്പെട്ട ആളുകളെ ഭക്ഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം മോഷ്ടിച്ചിരുന്നത്. കരീമുൻ, അദ്ദേഹം ഒരു മാന്യനായിരുന്നു. അപ്പോ പാവപ്പെട്ടവർക്ക് വേണ്ടി പണക്കാരിൽ നിന്ന് മോഷണം നടത്തി പാവപ്പെട്ടവർക്ക്, ആളുകൾക്ക് ഫക്കീറായ സ്വലൂക്കുകളുള്ള മറ്റുള്ള ആളുകളൊക്കെ ഭക്ഷിപ്പിക്കാനായിരുന്നു അദ്ദേഹം ഇത്തരത്തിൽ മോഷ്ടിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. കരീമുൻ ദാനധർമ്മിയൻ, അല്ലെങ്കിൽ ഒരു ആളുകൾക്കിടയിൽ ഒരു മാന്യനായ മനുഷ്യനാണ്. അഫീഫാണ്, സ്വാദിഖുൻ വഫീൻ, കരാറ് പൂർത്തീകരിക്കുന്ന നല്ല ഒരു സുഹൃത്താണ് എന്നൊക്കെ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. അബ്ദുൽ മലിക് ബിൻ മർവാൻ പറയുന്നത് മൻ ഖാല ഇന്ന ഹാസിമൻ അസ്മഹൻ നാസ്, ഹാസിമത്വായിയാണ് ജനങ്ങളിൽ ഏറ്റവും ഔദാര്യവാൻ എന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ ഫഖദ് വലമ ഉറുവത്ത് ബിൻ വർദ്, അവർ ഉറുവത്ത് ബിൻ വർദിനോട് അക്രമം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. ഉറുവത്ത് ബിൻ വർദ് ആണ് അവരെക്കാൾ കൂടുതൽ ആള് ഔദാര്യം ആള് എന്ന് അബ്ദുൽ മലിക് ബിൻ മർവാൻ ഉറുവത്ത് ബിൻ വർദിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ കവിതയെ കുറിച്ച് പറയുന്നത് ഷിയറുഹു യൻതബി അല തദ്ഹിയ വൽ ഫിദാ ലിൽ ഫുഖറ. അദ്ദേഹത്തിന്റെ കവിത ആത്മസമർപ്പണവും അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകൾക്കുള്ള ഫിദയെയും എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ആളുകൾക്ക് സമർപ്പിക്കുന്നതുമായിട്ടുള്ള വിഷയങ്ങളാണ് അദ്ദേഹത്തിന്റെ കവിതയിലുടനീളം ഉൾക്കൊണ്ടിരുന്നത്. അപ്പോ പാവപ്പെട്ടവർക്കുള്ള ആത്മസമർപ്പണമായിരുന്നു അദ്ദേഹത്തിന്റെ കവിത എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു യൂണിറ്റിൽ നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. അല്ല, ഈ ഒരു ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാവുന്നതാണ്. ലൈസമന് ഷുആറാ സ്വാലിക്, വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ്. ആരാണ് സ്വാലിക്കിൽ പെടാത്ത ആള്? സാബിത്ത് ബിൻ ജാബിർ ഫഹ്മി, അദീ ബിൻ റബിയ, ഉർവത്ത് ബിൻ വർദ്. ഓപ്ഷൻ 2 അല്ലേ, അദീ ബിൻ റബിയ. സാബിത്ത് ബിൻ ജാബിർ എന്ന് പറയുന്നത് സാബത്ത് ഷറ, സാബിത്ത് ബിൻ അവാസ് എന്നാണ് ഷംഫറ അല്ലേ. അപ്പൊ അതിൽപ്പെടാത്തത് അദീബിന് റബിയ. രണ്ടാമത് യന്തമി ഷായർ സ്വാലിക് സാബത്ത് ഷറ ഏത് ഗോത്രക്കാരനാണ്? അബസി, ദിദിയാന്, ഫഹ്മ്, അസുദൽ. ഓക്കെ, ഓപ്ഷൻ 3 അല്ലെ, ഫഹ്മ് ഗോത്രക്കാരനാണ് സാബത്ത് ഷറ. സാബിത്ത് ബിൻ ജാബിർ ഫഹ്മി, സാബിത്ത് ബിൻ ജാബിർ ഫഹ്മി എന്നാണ് ഫഹ്മ ഗോത്രം. ഓക്കെ, മൂന്നാമത് ലൈസമൻ ഷുആറാ സ്വാലിക്. വന്ന ചോദ്യങ്ങളാണ് കേട്ടോ, ഞാൻ പുതുതായിട്ട് ഉണ്ടാക്കിയതൊന്നുമല്ല, ഉള്ള ചോദ്യങ്ങളാണ് നമ്മൾ എടുത്തത്. ഓക്കെ,
സാലിക്കിൽപ്പെടാത്തത് സലാമത്ത് ബിൻ ജന്ദൽ. വളരെ സിമ്പിളായ ചോദ്യങ്ങളാണ് കാര്യമായി വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഏരിയയിൽ നിന്നൊക്കെ ഇനിയും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇത്തരത്തിൽ സിമ്പിളായ ചോദ്യങ്ങൾ ഇതുവരെ ഈ ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ട്. പിന്നെ ലാമിയത്തുൽ അറബ് ആരുടേതാണ്? ലാമിയത്തുൽ അറബ്, ലാമിയത്തുൽ അറബ്. ഓക്കെ, ഓപ്ഷൻ 4 അല്ലെ, ഷംഫറയുടേതാണ് ലാമിയത്തുൽ അറബ്. ജമഖ്ശരി ഒക്കെ ഷർഹ് ചെയ്തിട്ടുള്ള പ്രസിദ്ധമായ കവിത. ആരാണ്? മൻ ആശ സഅലൂക്കൻ വലിസ്സൻ, ആരാണ് ഈ കൂട്ടത്തിൽ സഅലൂക്കും ലിസ്സുമായിട്ട് ജീവിച്ചതാണ്? സഅലൂക്കും ലിസ്സുമായിട്ട് ജീവിച്ചത് ആരാണ്? ഓക്കെ, ഓപ്ഷൻ 4 സാബിർ ഷറഫ്. വലിയ പ്രയാസമുള്ള ചോദ്യങ്ങളല്ല, വളരെ ജനറലായിട്ട് അറിയേണ്ട സാധനങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ ഈ ഏരിയയിൽ നിന്ന്. അപ്പൊ ഇനിയും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ നമ്മൾ ഈ പറഞ്ഞ ഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ വരാവുന്നതാണ്. ഏതായാലും നമുക്ക് അടുത്ത ഒരു ഏരിയയിലേക്ക് കടക്കാം. അടുത്ത ഭാഗം ഷുഅറാഉൽ മുഖദ്റമൂൻ അല്ലെ, ഷുഅറാഉൽ മുഖദ്റമൂനാണ് നമ്മുടെ സിലബസിൽ അടുത്തതായി ചർച്ച ചെയ്യുന്നത്. ഷുഅറാഉൽ മുഖദ്റമൂനിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഹസ്സാൻ ബിൻ സാബിത്ത്, ഹൻസാവ് അഥവാ സമാദർ ബിൻ ഷദീദ് എന്നറിയപ്പെടുന്ന ഹൻസാവ്, പിന്നെ കഅബ് ബിൻ സുഹൈർ, ഖുതയ്യ തുടങ്ങിയ 4 ആളുകളെ കുറിച്ചാണ്. ഓക്കെ, അതിനു മുമ്പ് എന്താണ് അദബുൽ മുഖദ്റം? മുഖദ്റം എന്ന് പറയുമ്പോൾ യുഅറഫുൽ അദബു ഫി സദ്രിൽ ഇസ്ലാമിൽ അവ്വൽ ബിൽ അദബിൽ മുഖദ്റം. സദ്റുൽ ഇസ്ലാം, ഇസ്ലാമിക കാലഘട്ടത്തിന്റെ തുടക്കം, 4 ഖലീഫമാർ, നബിതങ്ങളുടെയും 4 ഖലീഫമാരുടെയും ആ ഒരു കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന സാഹിത്യത്തെയാണ് നമ്മൾ അദബുൽ മുഖദ്റം എന്ന് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ആ ഒരു കാലഘട്ടത്തിൽ സദ്റുൽ ഇസ്ലാമിലുള്ള സാഹിത്യത്തിനെ അദബുൽ മുഖദ്റം എന്ന് പറയാൻ കാരണം? ലിഅന്ന അഹ്ലഹു ആശു ഫി അസ്റൈനി, കാരണം ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളൊക്കെ, നബിതങ്ങളുടെയും 4 ഖലീഫമാരുടെയും കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളൊക്കെ ആഷൂഫി അസറൈൻ, അവർ 2 കാലത്തിൽ ജീവിച്ചവരാണ്. എന്ന് പറഞ്ഞാൽ ജാഹിലിയത്തും ഇസ്ലാം, ജാഹിലിയത്തിലും ഇസ്ലാമിലുമായി ജീവിച്ചിരുന്നതാണ്. അതായത് ജാഹിലിയത്തിലും ഇസ്ലാമിലുമായിട്ട് ജീവിച്ചിരുന്ന ആളുകൾക്കാണ് നമ്മൾ അവരിൽ നിന്നുണ്ടായിട്ടുള്ള സാഹിത്യത്തെയാണ് നമ്മൾ എന്താ പറയുക, അദബുൽ മുഖദ്റം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 2 കാലത്ത് ജീവിച്ചവരിൽ നിന്നുണ്ടായിട്ടുള്ള സാഹിത്യം എന്നുള്ള അർത്ഥത്തിൽ ആ സാഹിത്യത്തെ നമ്മൾ അദബുൽ മുഖദ്റം എന്ന് പറയുന്നു. ഓക്കെ, وقد هؤلاء وقد قال هؤلاء الشعراء في الأسرين, ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളൊക്കെ 2 കാലത്തിലും കവിത പറഞ്ഞവരാണ്. ഇലൈഹിമ, 2 കാലത്തിലും അവർ പറഞ്ഞു. അതിൽ അങ്ങനെ പറഞ്ഞവരുണ്ട് എന്ന് പറഞ്ഞാൽ ജാഹിലിയത്തിലും ഇസ്ലാമിലും ജീവിച്ചപ്പോൾ ജാഹിലിയത്തിലും അവർ കവിത പാടിയിട്ടുണ്ട്, ഇസ്ലാമിലും കവിത പാടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളാണ് കഅബ് ബിൻ സുഹൈർ, അബ്ദുല്ലാഹി ബിൻ റവാഹ, അബൂ ദുഐബ് ഹുദൈലി, ഹസ്സാൻ ബിൻ സാബിത്ത്, ഖുതയ്യ തുടങ്ങിയവരൊക്കെ അവർ ജാഹിലിയ കാലഘട്ടത്തിൽ കവിത പറഞ്ഞിട്ടുണ്ട്. ചില ആളുകളെല്ലാവരും, പക്ഷെ ഇന്ന കാലത്തിൽ പറഞ്ഞു എന്നൊന്നുമില്ല. 2 കാലത്തിൽ ഏതെങ്കിലും ഒരു കാലത്ത് പറഞ്ഞവരൊക്കെ ഈ പറഞ്ഞ ജീവിച്ചാൽ മതി. അവർ പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ഇതിലെ പ്രധാനപ്പെട്ട ഒരു സംഗതിയല്ല. എന്നാൽ ഫിൽ മുഖദ്റമീന, ഈ മുഖദ്റമികളുടെ കൂട്ടത്തിൽ എണ്ണാൻ കഴിയുന്നതാണ് നഫറൻ അദറഖുൽ അസ്റൽ അമവി. ഇവർ ജാഹിലിയത്തിലും ഇസ്ലാമിലും പിന്നെ അസ്റുൽ അമവിയിലും ജീവിച്ചു പോയി. എന്നുവെച്ചാൽ ജാഹിലിയത്തിലും ഉണ്ടായിരുന്നത്, പിന്നെ സദറുൽ ഇസ്ലാമിലും ഉണ്ടായിരുന്ന നബിയുടെയും 4 ഖലീഫമാരുടെയും കാലഘട്ടത്തിലും ഉണ്ടായി. അതിനുശേഷം അസ്റുൽ അമവിയിലേക്ക് വരെ എത്തിയ ചില ആളുകളും ഇക്കൂട്ടത്തിലുണ്ട്. പക്ഷേ ലാക്കിൻ മുഅല്ലമ നശാതിഹിം കാന ഫി അസ്റിൽ ഖുലഫാഇർ റാഷിദീൻ, പക്ഷെ അവരുടെ പ്രധാനപ്പെട്ട സാഹിത്യ സംഭാവനകളൊക്കെ ഉണ്ടായത് അത് ഖുലഫാഇർ റാഷിദുകളുടെ കാലഘട്ടത്തിലായിരുന്നു. അങ്ങനത്തെ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടാണ് ഖലീൽ ബിൻ അഹ്മദ്, നഹ്ദിയും ആയിട്ടുള്ള ഖലീൽ ബിൻ അഹ്മദ്, അതുപോലെ ഹൻസാവ്, അഹ്ലഫ് ബിൻ ഖൈസ് തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ അത്തരത്തിലുള്ള അമവി കാലഘട്ടത്തിലും അവർ ജീവിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ പ്രധാനപ്പെട്ട സംഭാവനകളൊക്കെ ഉണ്ടായത് ഈ പറയപ്പെട്ട പോലെ ഖുലഫാഇർ റാഷിദീങ്ങളുടെ അല്ലെങ്കിൽ സദറുൽ ഇസ്ലാമിലാണ് എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള ആളുകളെ മുഖദ്റമീങ്ങൾ എന്ന് പറയുന്നത്. അതാണ് അദബുൽ മുഖദ്റമിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഒന്നാമതായിട്ട് ഹസ്സാൻ ബിൻ സാബിത്ത്. ഖലീൽ ബിൻ അഹ്മദ് പറഞ്ഞാല് മറ്റേ നമ്മളെ ഫറാഹിദിയാണോ? ഖലീൽ ബിൻ അഹ്മദ് നഹ്വിയായ ഖലീൽ ബിൻ അഹ്മദ്, നമ്മളെ ഇൽമുൽ അറൂദന്റെ ഇൽമുൽ അറൂദയിൽ ചർച്ച ചെയ്യുന്നത് ഒരു ഷെയറിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു ഖലീൽ ബിൻ അഹ്മദ് ഷെയറിൽ ചർച്ച ചെയ്യുന്ന, അമവി കാലഘട്ടത്തിലെ ഷെയറുകളുടെ കൂട്ടത്തിൽ ചർച്ച ചെയ്യുന്ന ഖലീൽ ബിൻ അഹ്മദ്. അത് നിങ്ങൾ പറഞ്ഞ പോലെ അവരെന്നെ ആവാൻ സാധ്യത ഉണ്ട്. അമവി കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ നഹ്വിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നത്.
നഹവിന്റെ വിഷയത്തിലാണ് അദ്ദേഹം കാര്യമായിട്ട് ചർച്ച ചെയ്തു വരുന്നത്. ഈ അറൂദയിൽ അദ്ദേഹം പറയുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഓക്കെ. ഹസ്സാൻ ബിൻ സാബിത്ത്. ഒന്നാമതായിട്ട് ഹസ്സാൻ ബിൻ സാബിത്ത്. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. അബുൽ വലീദ് ഹസ്സാൻ ബിൻ സാബിത്തുൽ അൻസാരി. അദ്ദേഹത്തിന്റെ പേര് അബുൽ വലീദ്, കുഞ്ഞത്തലമണ അബുൽ വലീദ് ഹസ്സാൻ ബിൻ സാബിത്തുൽ അൻസാരി. മദീനയിൽ ജനിക്കുകയും ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു സ്വഹാബി കൂടിയായിരുന്നു ഹസ്സാൻ ബിൻ സാബിത്ത് വലീദ്. നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അധികം ആളുകൾക്കും. കാല യംദഹുൽ മുനാദിറ വൽ ഖസാസിന. അദ്ദേഹം ജാഹിലിയ കാലഘട്ടത്തിൽ മുനാദിറ ഖസാസിന എന്ന് പറഞ്ഞ രണ്ട് ഭരണകൂടങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ. ആ രണ്ട് ഭരണകൂടങ്ങളെ മദ്ഹ് ചെയ്തിരുന്ന ആളാണ്. നമ്മൾ പറഞ്ഞോ, മുനാദിറ ഖസാസിന എന്ന് പറയുന്ന ഒരുപാട് മുലൂക്കുകൾ ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട രണ്ട് സാമ്രാജ്യം മുനാദിറ ഖസാസിന. ആ മുലൂക്കുകളെ മദ്ഹ് ചെയ്തിരുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു ഹസ്സാൻ ബിൻ സാബിത്ത്. അദ്ദേഹം അതുപോലെ തന്നെ അദ്ദേഹമില്ലാത്ത മറ്റു ചില ആളുകളൊക്കെ ഈ മുനാദിറ ഖസാസിനെ മദ്ഹ് ചെയ്തവരുണ്ടായിരുന്നു. അങ്ങനെ അത്തരത്തിൽ പെട്ട ഒരാളായിരുന്നു ഹസ്സാൻ ബിൻ സാബിത്ത്. വയതഖബ്ബൽ സിലാത്തുഹും, അവരോട് ബന്ധം സ്ഥാപിച്ചിരുന്നു. എന്നാൽ ഈ മുനാദിറ ഖസാസിനയിൽ നിന്ന് ലാക്കിന്നഹു ബാലഗ, കൂടുതൽ അദ്ദേഹം മദ്ഹ് ചെയ്തിട്ടുള്ളത് ഫി ആലി ജുഫ്ന. ജുഫ്ന എന്ന് പറയുന്ന കുടുംബത്തെയാണ്. മിൻ മുലൂക്കി ഖസ്സാൻ, ഈ ഖസ്സാൻ രാജവംശത്തിലെ ജുഫ്ന എന്ന് പറയുന്ന കുടുംബത്തെ, ആലി ജുഫ്നയെയാണ് അദ്ദേഹം കൂടുതലായിട്ട് മദ്ഹ് ചെയ്തിട്ടുള്ളത്. അത് മുമ്പ് ഒരിടം ചോദ്യങ്ങളിൽ വന്നതാണ്, ആരാണ് മദഹ ആലി ജുഫ്ന മിൻ മുലൂക്കി ഖസ്സാൻ, ഖസ്സാൻ രാജവംശത്തിലെ ജുഫ്ന കുടുംബത്തെ മദ്ഹ് ചെയ്തത് ആരാണ് എന്ന ചോദ്യം വന്നത്. അത് ഹസ്സാൻ ബിൻ സാബിത്താണ്. ഫഅഖദഖു അലൈഹി ലതായ. അതുപോലെ ജുഫ്ന ഒരുപാട് രൂപങ്ങൾ പ്രതിഫലമായി കൊടുത്തിട്ടുണ്ട് അതിന്റെ ഫലമായിട്ട്. പിന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ഹാജി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മദീന, മദീനയിലേക്ക് നബി തങ്ങൾ ഹിജ്റ പോയ സമയത്ത് അസ്ലമ ഹസ്സാൻ മാൽ അൻസാർ, അൻസാരികളോട് കൂടെ അദ്ദേഹം മദീനയിലെ അൻസാരികളുടെ കൂടെ മുസ്ലിമായ ആളാണ് നമ്മുടെ ഹസ്സാൻ ബിൻ സാബിത്ത് ഉള്ളത്. ഈനമ ഇഷ്ടത അല റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബുദ്ധിമുട്ടായപ്പോ, അതാ കുറേശികളുടെ പ്രയാസങ്ങൾ, അവരുടെ ബുദ്ധിമുട്ടായപ്പോഴൊക്കെ വലിയ പ്രയാസമായപ്പോ, ബിൽ ഹജാ, അവര് ആക്ഷേപകാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നബിയെ ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോ സഹാബി, അദ്ദേഹം സ്വഹാബികളോട് പറഞ്ഞു, മാ യംനഉല്ലദീന നസറുല്ലാഹ വറസൂലഹു ബിഅസ്ലിഹതിഹിം അൻ യൻസുറൂഹു ബിഅൽസിനതിഹിം. അള്ളാഹുവിനെയും അവരുടെ റസൂലിനെയും ആയുധം കൊണ്ട് സംരക്ഷിക്കുന്നവർക്ക് എന്തുകൊണ്ട് അവരുടെ നാവ് കൊണ്ട് അള്ളാഹുവിനെയും റസൂലിനെയും സംരക്ഷിച്ചുകൂടാ? എന്താണ് അതിന് നിങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഫഖാല ഹസ്സാൻ സാബിത്ത് പറഞ്ഞു, അനലഹ, ഞാൻ അതിനെ ഒരുക്കാണെന്ന് പറഞ്ഞു. വല്ലാഹി മാ യസ്റുനി ബിഹി മഖൂലു മാ ബൈന ബുസ്റ വ സൻആ. ബുസ്റ സൻആന് ഇടയിൽ കേൾക്കപ്പെടുന്ന വിഷയങ്ങളിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള സംഗതിയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നബി തങ്ങളെ നാവ് കൊണ്ട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഖുറൈശികളിൽ നിന്ന് നബിയെ സംരക്ഷിക്കാൻ വേണ്ടി തയ്യാറായി നിന്ന ആളാണ്. പിന്നെ നബി തങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, കൈഫ തഹ്ജൂഹും വാന മിൻഹും, ഞാൻ അവരുടെ കൂട്ടത്തിൽ ഖുറൈശികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരിക്കെ എങ്ങനെയാണ് നീ ഖുറൈശികളെ ആക്ഷേപിക്കുക? കാരണം എന്നെ ആക്ഷേപിക്കുന്നത് തുല്യമാവൂലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം അതിന് മറുപടി പറയുന്നതാണ്, അസുല്ലുക മിൻഹും കമാ തുസല്ലു ഷിഅറത്തു മിനൽ നജീൻ. ഞാൻ ഖുറൈശികളുടെ കൂട്ടത്തിൽ നിന്ന് മാവിൽ നിന്ന് അതിൽ വീണുപോയ മുടിയുടെ നാര് എങ്ങനെയാണോ നമ്മൾ അതിൽ നിന്ന് വലിച്ചെടുക്കുന്നത്, അതിൽ നിന്ന് മാറ്റിയെടുക്കുന്നത്, അതുപോലെ ഞാൻ നിങ്ങളെ അവരുടെ കൂട്ടത്തിൽ നിന്ന് എന്ത് ചെയ്യും, മുടി മാറ്റിയെടുക്കുന്ന പോലെ നിങ്ങൾ അവരിൽ നിന്ന് ഞാൻ ഊരിയെടുക്കുമെന്ന് പറയുന്നത്. അങ്ങനെ വളരെ സംരക്ഷിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, ഖുറൈശികളെ ആക്ഷേപിച്ചോളാം എന്ന് പറയുന്നു. അപ്പോ നബി തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞാണ്, ഇത് ചിലപ്പോൾ പല ഭാഗങ്ങളും തീരുന്ന ചോദ്യങ്ങൾ വന്നതാണ്, അതുകൊണ്ട് നമ്മൾ ഇത് മുഴുവൻ എടുത്തു വെച്ചത്. അതുകൊണ്ട് നീ അവരെ ആക്ഷേപിച്ചോളൂ, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ റൂഹുൽ ഖുദ്സിന്റെ എന്തുണ്ട് സംരക്ഷണം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് അവരെ ഈ ആക്ഷേപകാര്യത്തിന് എന്ത് ചെയ്യാണ്, സപ്പോർട്ട് ചെയ്യുക. ഹിജ്റ 54 അദ്ദേഹം മരണപ്പെടുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിന് 120 വയസ്സുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അവസാന കാലങ്ങളിൽ അദ്ദേഹത്തിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടിരുന്നു എന്ന് പറയുന്നു അവസാന കാലഘട്ടത്തിൽ. പിന്നെ അദ്ദേഹത്തെ കുറിച്ച് ജാഹിലിയ കാലഘട്ടത്തിൽ അദ്ദേഹം മദീനക്കാരുടെ കവി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ ജ്യേഷ്ഠത്തിന്റെ നബിയുടെ പ്രവാചകത്വത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഷായിറൻ നുബുവ, പ്രവാചകരുടെ അല്ലെങ്കിൽ കവി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. നുബുവത്തിന്റെ കവി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്.
പിന്നെ വഫിൽ ഇസ്ലാമി കാലഘട്ടത്തിൽ ഷായറൽ യമാനിയകളുടെ കവി എന്ന പേരിൽ അറിയപ്പെട്ട ആളാണ് നമ്മുടെ ഹസ്സാൻ ഇബ്നു സാബിത്ത്. അസ്മുഈ എന്ന നിരൂപകൻ പറയുന്നത്, ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, അന്ന ഷിഅറഹു ലം യഖ്വ ഇല്ലാ ഫി ശർറി, അദ്ദേഹത്തിന്റെ കവിതയ്ക്ക് ശക്തി ഉണ്ടായിരുന്നത് ഷെറിലായിരിക്കുന്ന സമയത്ത്, എന്ന് പറഞ്ഞാൽ ജാഹിലിയത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ കവിതയ്ക്ക് ശക്തി ഉണ്ടായിട്ടുള്ളൂ, അല്ലാതെ അദ്ദേഹത്തിന്റെ കവിതയ്ക്ക് ശക്തി ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. ഫലമ്മ ജാഅൽ ഇസ്ലാമ ബിൽ ഖൈരി ളഅഫ, ഫലമ്മ ജാഅൽ ഇസ്ലാമു ബിൽ ഖൈരി, ഇസ്ലാം നന്മ കൊണ്ടുവന്ന സമയത്ത് ളഅഫ, അദ്ദേഹത്തിന്റെ കവിതയും ദുർബലമായി എന്ന് അദ്ദേഹത്തിന്റെ കവിതയെ നിരൂപിച്ചുകൊണ്ട് അസ്മഈ എന്നവർ അഭിപ്രായപ്പെടുന്നു. അടുത്തതായി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഹൻസ എന്നവരെ കുറിച്ചാണ്. ഹൻസ ഒരു ധീര വനിതയായി അറിയപ്പെടുന്നതാണ്. സയ്യിദ തുമാദർ ബിൻത്ത് അംർ ബിൻ ഷദീദ്, ഹൻസാന്റെ പേര് തുമാദർ ബിൻത്ത് അംർ ബിൻ ഷദീദാണ്. അസ്സലമിയ, ബനു സലം ഗോത്രത്തിൽപ്പെട്ടവരാണ് അവര്. ബനു സലമിൽ നിന്ന് നബി തങ്ങളുടെ അടുക്കൽ വന്ന് മുസ്ലിം ആയവരുടെ കൂട്ടത്തിൽ പെട്ട ആളാണ് ഹൻസ. നബതത്ത് ഫി ദൗഹത്തി ഷറഫി വസ്സഹറത്ത് ഫി റൗദത്തിൽ ഫളി, അദ്ദേഹം വലിയ മഹത്തുള്ള കുടുംബത്തിലാണ് അവർ ജനിച്ചത് വളർന്നതൊക്കെ. അതുകൊണ്ട് തന്നെ വെക്കാൻ അബൂഹ അഖവാഹ, അവരുടെ പിതാവും അവരുടെ രണ്ട് സഹോദരങ്ങളായ മുആവിയ സൊഹർ എന്നിവരും സാദാത്ത് സലീം മിൻ മുളർ ഗോത്രത്തിന്റെ ഉപവിഭാഗമായ ബനു സലീമിലെ നേതാക്കന്മാരായിരുന്നു. ബനു സലീം ഗോത്രത്തിന്റെ നേതാക്കന്മാരായിരുന്നു ഈ മുആവിയയും സൊഹറും അദ്ദേഹത്തിന്റെ പിതാവും. അപ്പൊ ആ മുആവിയ സൊഹറിനെ കുറിച്ചും റസാവ് ചെയ്തതിന്റെ പേരിലാണ് ഹൻസാവ് കാര്യമായി ജാഹിലിയത്തിൽ അറിയപ്പെടുന്നത്. അവര് ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു യൗമുൽ ഖിലാഫിൽ. ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ അവർക്കെതിരെ അസ്വസ്ഥപ്പെട്ട് അവരെ അനുശോചന കാവ്യം നടത്തിയതിന്റെ പേരിലാണ് നമ്മുടെ ഈ ഹൻസാവ് റസാവിന്റെ പേരിൽ അറിയപ്പെടുന്നത്. ഹൻസാവിനെ കുറിച്ച് പറയുന്നത് കാനത്ത് ഭാര്യാത്തൽ ജമാൽ, നല്ല സൗന്ദര്യമുള്ള ആളാണ്. അതിന്റെ നന്നായി സാഹിത്യത്തിലും അങ്ങേയറ്റം കഴിവുള്ളവരാണ്. അപ്പൊ ഹതബഹ, അവരെ കല്യാണം അന്വേഷിച്ചിരുന്നു. ദുറൈദ് ഇബ്നു സിമ എന്ന് പറയുന്ന ഒരു സാഹിത്യകാരൻ. സയ്യിദ് ഹവാസിൻ, അദ്ദേഹം ഒരു ഹവാസിൻ ഗോത്രത്തിന്റെ നേതാവാണ് ദുറൈദ് ഇബ്നു സിമ. അപ്പൊ ഫാരിസ് ജഷം ഗോത്രത്തിലെ ഒരു പോരാളിയും ഒക്കെ ആയിരുന്നു ദുറൈദ് ഇബ്നു സിമ. അപ്പൊ ഇവരുടെ ഈ സൗന്ദര്യം, ഈ സാഹിത്യ ഗുണങ്ങളൊക്കെ കണ്ടിട്ട് മറ്റൊരു സാഹിത്യകാരനെ കൂടിയായിരുന്നു ദുറൈദ് ഇബ്നു സിമ. അവരോട് കല്യാണം അന്വേഷിച്ച് വന്നപ്പോ ഫറദ്ദത്തുഹു, അവള് അദ്ദേഹത്തെ വിലക്കിയാണ്. തന്റെ ഗോത്രത്തിൽപ്പെട്ട ആളുകളെ തന്നെ, ബനു സലീമിൽപ്പെട്ട ആളുകളെ തന്നെ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയമാണ് വെച്ചത്. മുആവിയ സഫർ എന്നവരെ യൗമുൽ ഖിലാഫിൽ കൊല്ലപ്പെട്ടപ്പോൾ അവർക്കെതിരെ റസാവ് പാടി, അതിന്റെ പേരിലാണ് അദ്ദേഹം പ്രത്യേകിച്ച് അറിയപ്പെടുന്നത്. സൊഹറിനോടുള്ള അവരുടെ അവരുടെ ആ ഒരു ഇഷ്ടത്തെ കുറിച്ച് പറയുന്നത്, കാന വറാ സബർ, അത് ക്ഷമിക്കാൻ കഴിയുന്നതിന് അപ്പുറമായിരുന്നു. ഫൗഖൽ അസാദ്, അതിങ്ങനെ ആശ്വസിപ്പിക്കാനും കഴിയുന്നതിനും ക്ഷമിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തായിരുന്നു ഈ സൊഹറിനോടുള്ള അവരുടെ ഇഷ്ടം. ഫലം തസൽ തബ്കീഹി തർഫീഹി, അതുകൊണ്ട് തന്നെ അവരെ കുറിച്ച് കരഞ്ഞുകൊണ്ട് റസാവ് പാടിക്കൊണ്ടേയിരുന്നു. ഹത്താ ദിയവത്ത് ഐനാഹ മിനൽ ഹുസ്നി, സങ്കടം കൊണ്ട് രണ്ട് കണ്ണുകളും വെള്ള നിറത്തിലുള്ളതായിരുന്നു. വക്കാനത്ത് തഖൂലു, അവൾ പറയാറുണ്ടായിരുന്നു, പിന്നീട് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം പിന്നീട് ഹൻസാവ് പറയാറുണ്ടായിരുന്നു, കുന്തു, ആ സൊഹറിന് വേണ്ടിയിട്ട് ഞാന് അവന് പ്രതികാരം ചെയ്യാൻ ആരുമില്ലല്ലോ എന്നുള്ള വിഷയത്തിലായിരുന്നു ഞാൻ കരഞ്ഞിരുന്നത്. എന്നാൽ അനൽ യൗം, ഇപ്പൊ മുസ്ലിം ആയതിനു ശേഷം, ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം, ബിഖീലഹു, ഞാൻ അവന് വേണ്ടി കരയുന്നത് മിനന്നാർ, അവൻ നരകത്തിലായി പോയല്ലോ എന്നുള്ള വിഷയത്തിലാണ് ഞാൻ അവർക്ക് വേണ്ടി കരയുന്നത് എന്ന് ഹൻസാവ് ചെയ്യുന്നുണ്ട്, സൊഹറിനെ കുറിച്ച് പറയുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയമാണ് അടുക്കൽ വന്ന് ഗോത്രം, മുസ്ലിം ഗോത്രം, മുസ്ലിം ആയ കൂട്ടത്തിൽ വന്ന ആളാണ് ഹൻസാവ്. അടുത്തേക്ക് മൊത്തമായി വന്നു ആ സമൂഹം എന്നത് മുസ്ലിമായി. അപ്പോ മുന്നിൽ അവരൊരു കവിത പാടി. അവരോട് പറഞ്ഞു ഹയായ ഹനാസ് എന്ന് പറഞ്ഞുകൊണ്ട് നബിതങ്ങൾ അവരെ സ്വാഗതം ചെയ്തു എന്ന് പറഞ്ഞു. ഹയായ ഹനാസ് എന്നുള്ള ചോദ്യം പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട്. പിന്നെ അവർ മുസ്ലിമായ സമയത്ത് ഇടക്കിടക്ക് പല രൂപത്തില് നമ്മളെ ശല്യപ്പെടുത്തുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നു.
പിന്നെ നമ്മൾ കാര്യമായിട്ട് പറയാനുള്ളത് അവർ മുസ്ലിമായ സമയത്ത് ലമ്മ അസ്ലമത് കാനത്ത് സ്വാബിറത്തൻ മുഹ്തസിബ, അവർ മുസ്ലിമായ സമയത്ത് വളരെ ക്ഷമാശീലയുള്ളവരും അതുപോലെ തന്നെ അള്ളാഹുവിനെ തവക്കുൽ അങ്ങനെ എത്രത്തോളം എന്ന് വെച്ചാൽ ഖാദിസിയ യുദ്ധം അള്ളാഹുവിന്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു യുദ്ധമാണ് ഖാദിസിയ യുദ്ധം. ആ യുദ്ധത്തിൽ അവരുടെ 4 മക്കൾ, മുസ്ലിമായതിനു ശേഷം 4 മക്കൾ ഷഹീദാവുന്നുണ്ട്. ആ സമയത്ത് ജാഹിലിയ കാലഘട്ടത്തിൽ സൊഹർ എന്ന സഹോദരന് വേണ്ടി ഒരുപാട് കാലം കണ്ണീര് വയ്ക്കിയ ആ ഉമ്മ തന്നെ മുസ്ലിമായപ്പോ ക്ഷമിച്ചു എന്നാണ് പറയുന്നത്. ക്ഷമിച്ചു എന്ന് പറഞ്ഞ് കണ്ണീര് വയ്ക്കാതെ അവർ പറഞ്ഞു എന്നാണ്, അൽഹംദുലില്ലാഹില്ലദീ ശറഫനീ ബിഖത്ലിഹിം, എന്റെ മക്കളെ ഷഹാദത്ത് കൊണ്ട് ഷഹാദത്ത് നൽകി എന്നെ മഹത്വപ്പെടുത്തിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ട് അവര് ഭയങ്കരമായ തവക്കുല്, ക്ഷമ കാണിച്ചു എന്ന് പറയുന്നുണ്ട് ചരിത്രത്തിൽ. ബാദിയത്തിൽ വെച്ചാണ് അവര് ഹിജ്റ 24 വഫാത്താകുന്നത്. മൂന്നാമതായിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് കഅബ് ബിൻ സുഹൈർ എന്നവരെ കുറിച്ചാണ്. കഅബ് ബിൻ സുഹൈർ ശരിയായ അദ്ദേഹത്തിന്റെ പുണ്യതലം അബു അഖബ എന്നാണ്, പ്രത്യേകം ഓർത്ത് വെക്കുക. കഅബ് ബിൻ സുഹൈർ ബിൻ അബി സലമ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് സുഹൈർ ബിൻ അബി സലമയുടെ 2 മക്കളിൽ കഅബ്, ബുജൈർ 2 ആളുകളായിരുന്നു. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരാളാണ് കഅബ് എന്നത്. സാഹിത്യ ഹിക്മത്തിലുമായിട്ട് വളർത്തി, സാഹിത്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം ചിലവഴിച്ചുകൊണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തെ കവിത പാടാൻ ഒന്നും അനുവദിച്ചില്ല എന്നാണ് പറഞ്ഞത്. അദ്ദേഹം അങ്ങനെ ഒരു പക്വത എത്തിയിട്ട് മാത്രമേ കവിത പാടാൻ വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഫശബ്ബ ഫസീഹൻ ഷായറൻ, അദ്ദേഹം നല്ല കഴിവുള്ള ഒരു കവിയായിട്ട് വളർന്നു വന്നു എന്നാണ് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞത്, അദ്ദേഹം കവിത രചിക്കാൻ തുടങ്ങി അദ്ദേഹം യുവത്വമാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം കവിത രചിക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷെ ഫനഹാഹു അബൂഹു, പിതാവ് അദ്ദേഹത്തെ വിലക്കി. മഹാഫത അൻഹു മാലാ ഖൈറ ഫീഹി, നമുക്കറിയാം സുഹൈർ ബിൻ അബി സലമ നല്ല കവിതകൾ മാത്രം രചിക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരു ആവശ്യമില്ലാത്ത കവിതകളൊക്കെ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ വരരുതയിൽ വിചാരിച്ചിട്ട് അത് പേടിച്ചിട്ട് അദ്ദേഹത്തെ കവിത ചെറുപ്പത്തിൽ രചിക്കുന്നതിനെ വിലക്കി എന്നാണ് പറയുന്നത്. അങ്ങനെ ഇസ്ലാം കടന്നു വന്ന സമയത്ത് നമ്മുടെ ഈ ബുജൈറും അതുപോലെ തന്നെ കാബും ബുജൈറും എന്ന 2 സഹോദരന്മാർ നബിതങ്ങളുടെ അടുത്തേക്ക് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി പുറപ്പെട്ടു എന്നാണ് പറയുന്നത്. അതിന്റെ ഇടയിൽ ബുജൈർ കുറച്ച് വൈകി, കാബ് കുറച്ച് വൈകി, ബുജൈർ കുറച്ച് നേരത്തെ നബിയുടെ അടുത്തേക്ക് വന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് അത് പറ്റിയില്ല. അപ്പൊ അദ്ദേഹം സഹോദരനായ ബുജൈറിനെയും നബിതങ്ങളെയും ആക്ഷേപിച്ച് കവിത പാടി. അപ്പൊ നബിതങ്ങൾ അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ഉത്തരവിട്ടു. ആ സമയത്ത് അദ്ദേഹം അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുക്ക് വന്നിട്ട് അവരുടെ വഴിയായിട്ട് എന്ത് ചെയ്തു, നബിതങ്ങളെ ജാമ്യം നിന്നുകൊണ്ട് നബിയുടെ അടുത്ത് വന്നു. അങ്ങനെ മുസ്ലിമായി. അങ്ങനെ നബിതങ്ങളെ മദ്ഹ് ചെയ്തു കൊണ്ട് ഒരു കവിത പാടി. ബുർദ എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്ന ലാമിയത്തുൽ മഷ്ഹൂറ, ബാനത്ത് സുആദ എന്ന് തുടങ്ങുന്ന കവിത അദ്ദേഹം പാടി. അപ്പൊ അതിന് ബുർദ എന്ന പേര് കിട്ടാനുള്ള കാരണം അദ്ദേഹത്തിന്റെ ആ നബിതങ്ങളെ മദ്ഹ് ചെയ്തുകൊണ്ട് പാടിയ കവിത പാടിയ സമയത്ത് നബിതങ്ങൾ ആക്ഷേപിച്ചത് നബിതങ്ങൾ അദ്ദേഹത്തിന് അഫു കൊടുക്കുകയും നബിതങ്ങളുടെ ശരീരത്തിലുണ്ടായിരുന്ന ഒരു പുതപ്പ്, അതിനാണ് ബുർദ എന്ന് പറയുന്നത്, ആ പുതപ്പ് അദ്ദേഹത്തെ അണിയിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് നബിതങ്ങൾ മദ്ഹ് ചെയ്യുന്ന കവിതകൾക്കൊക്കെ പിന്നീട് ബുർദ എന്ന പേരിലുള്ള കവിത, ബുർദ എന്ന പേര് വരാനുണ്ടായ കാരണം. ഇതുപോലെ ഇതിന്റെ മുഹാബത്ത് എന്ന് പറയുമ്പോൾ ഇതേ ഒരു കവിത അതേ ബഹറിലും പിന്നെ അതേ വിഷയത്തിലൊക്കെ രചിക്കുന്നതിനാണ് നമ്മൾ മുഹാബത്ത്. അത്തരത്തില് ഈ ഹുതയ്യയെ കുറിച്ച് പറയുന്നത്, ഹുതയ്യയുടെ പേര് ജർബൽ ബിൻ ഔസുൽ അബസി എന്നാണ്. ഹുതയ്യ അബൂ മുലൈക്ക ജർബൽ ബിൻ ഔസുൽ അബസി. ഓക്കെ. വുലിദ ഫി ബനി അബസ്, ബനു അബസ് ഗോത്രത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ദഅയ്യൻ ലാ യുറഫു ലഹു നസബ്, അദ്ദേഹം ഒരു ആളുകൾക്കിടയിൽ കുടുംബം
ഒരു കുടുംബ തറവാടിത്തമില്ലാത്ത ഒരു മനുഷ്യനായിട്ടാണ് അദ്ദേഹം ബനു അബ്ബസ് ഗോത്രത്തിൽ ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരാരും അറിയപ്പെടാത്ത ഒരാൾ, പിതാവ് അറിയപ്പെടാത്ത ഒരാൾ എന്ന അർത്ഥത്തിൽ ഫഷബ്ബ മഹ്റൂമൻ, അദ്ദേഹം ഒരു ആളുകൾക്കിടയിൽ നിന്ന് ഒറ്റപ്പെട്ടവനായിട്ട് വളർന്നു. മദ്ലൂമൻ, ആളുകളെ കൊണ്ടൊക്കെ എന്താണ് ആക്രമിക്കപ്പെട്ടവനായിട്ട്, മദ്മൂമൻ, ആക്ഷേപിക്കപ്പെട്ടവനായി, സമൂഹത്തിൽ നിന്ന് അദ്ദേഹത്തിന് സഹായങ്ങളൊന്നും ലഭിക്കാത്ത ഒറ്റപ്പെട്ടവനായി അദ്ദേഹം വളർന്നു എന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നു. അദ്ദേഹം കവിത അദ്ദേഹത്തിന്റെ ഒരു ആവശ്യകതയായിരുന്നു, കാരണം ഭക്ഷണത്തിനുള്ള വഴിയായിട്ടാണ് അദ്ദേഹം കവിതയെ കണ്ടത് എന്നാണ്. ശരി, അതുപോലെ തന്നെ അദ്ദേഹത്തെ കുറിച്ച് അസ്മഈ എന്ന നിരൂപകൻ പറയുന്നത് സയ്യി അൽ ഖൽഖി, മോശപ്പെട്ട സ്വഭാവം, ദനി അൻ നഫ്സി, മോശപ്പെട്ട ഹൃദയമുള്ള ആള്, ഫാസിദ ദീനി, മോശപ്പെട്ട മതത്തിൽ മോശപ്പെട്ട രൂപത്തിൽ ജീവിച്ചിരുന്ന ആള്, സഊലൻ, ആളോട് യാചിക്കുന്ന, മുൽഹിഫൻ, ഇങ്ങനെ അത്യാർത്തി കാണിക്കുന്ന, വീണ്ടും വീണ്ടും ചോദിക്കുന്ന ആൾ, ജഷിയാൻ എന്ന ആർത്തി കാണിക്കുന്ന ആൾ, കതീറ ശരി, അധികരിച്ച തിന്മകളുള്ള, ഖലീൽ ഖൈർ, നന്മ കുറഞ്ഞ, ബഖീലൻ, പിശുക്കനായ, ദമീമൻ, വിരൂപിയായ, ഖസീറൻ, കുറുകിയ മനുഷ്യനാണ്, ഹയ്യ, മോശപ്പെട്ട രൂപത്തിൽ നടക്കുന്ന ആളാണ് എന്നൊക്കെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു വെക്കുന്നുണ്ട്. ശരിക്കും അദ്ദേഹത്തിന്റെ പേര് തന്നെ ഹുതൈഅ എന്ന് പറഞ്ഞാൽ കുറുകിയ ആള് എന്നാണ്. അത് ലഖബാണ്, അത് പറയുന്നതിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ജർമ്മൽ ബിൻ ഔസാനല്ല ശരിയായ പേര്. ഹുതൈഅ എന്ന് പറയുന്ന പേര് തന്നെ അദ്ദേഹത്തിനെ കുറിച്ച് എന്ത് ചെയ്യുന്നതാണ് ലഖബായി വരാൻ കാരണം അദ്ദേഹം ഒരു ചെറിയ മനുഷ്യനാണെന്നുള്ളതാണ്. ഹുതൈഅ ചെറുത് എന്നുള്ള അർത്ഥത്തിൽ, ഖിസറുൽ ഹയ്യ എന്ന അർത്ഥത്തിലാണ് അദ്ദേഹത്തെ ആ പേര് വരുന്നത്. ലമ്മ ജാൽ ഇസ്ലാം, അദ്ദേഹം ഇസ്ലാം കടന്നു വന്ന സമയത്ത് മുസ്ലിം ആവുകയും, സുമ്മർത്തദ്ദ, പിന്നീട് നമുക്കറിയാം നബിതങ്ങൾ വഫാത്തായ സമയത്ത് കുറെ ആളുകൾ മുർത്തദ്ദായ കൂട്ടത്തിൽ മുർത്തദ്ദായ മനുഷ്യനാണ് അദ്ദേഹം, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ മനുഷ്യനാണ്. സുമ്മ ആദ, പിന്നെ അബൂബക്കർ റളിയല്ലാഹു പല മുർത്തദീങ്ങളൊക്കെതിരെ യുദ്ധമൊക്കെ പ്രഖ്യാപിച്ച് പല ആളുകളും തിരിച്ചു വന്ന സമയത്ത് അദ്ദേഹവും തിരിച്ചു വന്നു. മുസാസിയൽ അഖീദ, വിശ്വാസത്തിൽ ഒരു ഭ്രംശം സംഭവിച്ച ആളായിട്ടാണ്. എന്ന് പറഞ്ഞാൽ നല്ല വിശ്വാസം, ഉറച്ച വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. അങ്ങനെ അദ്ദേഹം തിരിച്ചു വന്നു. അദ്ദേഹം ഒരു ആക്ഷേപ കാവ്യത്തിന്റെ പേരിൽ പ്രസിദ്ധനായതുകൊണ്ട്, അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ഹജ ഉമ്മഹു, തന്റെ മാതാവിനെ ആക്ഷേപിച്ചു, കവിത പാടിയിട്ടുണ്ട്. ഉംറഅതഹു, ഭാര്യയെ ആക്ഷേപിച്ചു. ബനീഹി, അദ്ദേഹത്തിന്റെ കുട്ടിയെയും അദ്ദേഹത്തിന്റെ മകനെയും ആക്ഷേപിച്ചു. ഹത്താ നഫ്സഹു, അദ്ദേഹത്തെ തന്നെ ആക്ഷേപിച്ചു എന്നാണ് അദ്ദേഹത്തെ കവിതയെ കുറിച്ചുള്ള ഹജായിനെ കുറിച്ച് പറഞ്ഞു വെക്കുന്നത്. പിന്നെ മറ്റൊരു സ്ഥലത്ത് പറയുന്നത് മറജൽ ഇസാന ഫി ആറാദിന്നാസ്, ജനങ്ങളുടെ അഭിമാനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ നാവ് മുഴുവൻ ചലിച്ചത്. ജബർഖാൻ ബിൻ ബദർ, നബിതങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ, നബിതങ്ങളുടെ സ്വാഹിബായിരുന്ന അദ്ദേഹത്തെയും അദ്ദേഹം ആക്ഷേപിച്ചു. അതുപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഗവർണർ ആയിരുന്നു ജബർഖാൻ ബിൻ ബദർ എന്നവര്. അപ്പൊ അതിന്റെ പേരിൽ ഉമർ റളിയല്ലാഹു അദ്ദേഹത്തെ ജയിലിൽ അടച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഉമർ റളിയല്ലാഹു ജനങ്ങളുടെ അഭിമാനത്തിന് ഒരു വിലയിട്ടു. സലാസത്തി ആലാഫ് ദിർഹം, 300 ദിർഹം ആണ്, അല്ല 3000 ദിർഹമാണ്. 3000 ദിർഹമിന് ജനങ്ങളുടെ അഭിമാനം അദ്ദേഹം വിലയിട്ട് വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. 3000 ദിർഹം കൊടുത്തു, ഇനി ആ ജനങ്ങളുടെ അഭിമാനത്തെ പറ്റി ഒരു ആക്ഷേപവും നീ പറയരുത് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. ഫകഫ, അങ്ങനെ അദ്ദേഹം അത് നിർത്തി എന്നാണ് പറയുന്നത്. ആ ഒരു ആക്ഷേപകാവ്യം അദ്ദേഹം നിർത്തി. അങ്ങനെ മരിക്കുന്നത് വരെ, ഉമർ റളിയല്ലാഹു മരിക്കുന്നത് വരെ അദ്ദേഹം ആക്ഷേപകാവ്യം പിന്നെ ആലപിച്ചില്ല. അങ്ങനെ ഉമർ റളിയല്ലാഹു മരണപ്പെട്ട സമയത്ത് ആദയില തുബൈഹി, അദ്ദേഹത്തിന്റെ ആ പ്രകൃതത്തിലെ ആക്ഷേപത്തിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വന്നു. അങ്ങനെ അദ്ദേഹം മരണപ്പെടുന്നവരെ പിന്നീട് ആക്ഷേപകാവ്യത്തിൽ നിലകൊണ്ടു എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു വെക്കുന്നത്. ഇനി ഈ ഒരു ഏരിയയിൽ വരുന്ന ക്വസ്റ്റ്യന് കൂടി നമുക്കൊന്ന് വേഗത്തിൽ നോക്കാം. ലിമാദ യുഅറഫുൽ അദബു ഫി സദ്രിൽ ഇസ്ലാമിൽ അവ്വലി ബിൽ അദബിൽ മുഖദ്ദറം, സദ്റുൽ ഇസ്ലാമിൽ അറിയപ്പെടുന്ന സാഹിത്യം എന്തുകൊണ്ടാണ് അദബുൽ മുഖദ്ദറം എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം? ഓക്കെ, വേഗം നിങ്ങൾക്ക് പറഞ്ഞു പോവാം. ലിഅന്ന അഹ്ലഹു ആശു ഫി അസ്റൈൻ ജാഹിലിയ്യത്തി വൽ ഇസ്ലാം, ഓപ്ഷൻ ബി ആണ് ശരിയായ ആൻസർ അല്ലേ. ആ കാലഘട്ടത്തിലെ ആളുകൾ 2 കാലം, ജാഹിലിയത്തിലും ഇസ്ലാമിലുമായി ജീവിച്ചു എന്നുള്ളതാണ് അദബുൽ മുഖദ്ദറം എന്ന പേരിൽ അറിയപ്പെടാനുള്ള കാരണം. അടുത്ത ചോദ്യം, മൻ ഹിയ ഷായിറത്തുല്ലത്തി ഖീല അൻഹാ കുൻതു അബ്കീ ലഹു മിനസ് സഅർ വഅനൽ യൗമ അബ്കീ ലഹു മിനൻ നാർ എന്ന് പറഞ്ഞ കവി ആരാണ്? ഓക്കെ, ഹൻസ അല്ലെ, ഓപ്ഷൻ ബി ഹൻസ ആണ് ശരിയായ ആൻസർ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, പ്രതികാരത്താലായിരുന്നു സൊഹറിന് വേണ്ടിയിട്ട് അവർ കരഞ്ഞിരുന്നത്. പക്ഷെ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം അവന് നരകം വന്നു ഭവിക്കുമല്ലോ എന്ന് പേടിച്ചിട്ടാണ് കരയാൻ തുടങ്ങിയത്.
അടുത്ത ചോദ്യം, മൻ ഹുവ ഷാഇറു അല്ലദീ അഹ്ദറ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദമഹു ബഅദ അൻ ഹജാഹു സുമ്മ അഫാ അൻഹു വഖല അലൈഹി ബൗദതഹു. ഏത് കവിയാണ് നബി തങ്ങൾ ഇങ്ങനെ ചെയ്തത്? ഹജാജ് ചെയ്തപ്പോ കൊല്ലാൻ പറഞ്ഞു, പിന്നെ അദ്ദേഹം കവിത പാടിയപ്പോ അഫ് ചെയ്തുകൊണ്ട് വൃദ്ധ അണിയിപ്പിച്ച കവിയാണ് അല്ലെ? ഓപ്ഷൻ ബി അല്ലെ? ഓപ്ഷൻ ബി ഹുദൈഅയാണ്, ജർമ്മനിലാണ്. അത് നബി തങ്ങൾ പറഞ്ഞ കവി. ഓക്കെ, ഓപ്ഷൻ സി ഹസ്സാൻ ബിൻ സാബിത്ത്. അടുത്തത്, വിമാദഷ്തുഹിറ ഷായർ അൽ ഹുതൈഅ ബിശക്കിൽ റഈസിയും ഫി ശൈരി. ഹുതൈഅ എന്തുകൊണ്ടാണ്, ഏത് കാര്യങ്ങളെ കൊണ്ടാണ് പ്രസിദ്ധമായത്? അദ്ദേഹത്തിന്റെ കവിതയിൽ ഏത് വിഷയത്തിലാണ് പ്രസിദ്ധമായത്? ഹജാ ഉല്ലാദി അല്ലെ? കഷ്ടത്തരമായ ആക്ഷേപം, ഭയങ്കരമായ ആക്ഷേപം കൊണ്ട്. ഓപ്ഷൻ സി ആണ് ശരിയായ ആൻസർ. ഓക്കെ, എന്ന കവിത പാടിയതാരാണ്? മക്കാരിമകളെ നീ ഒഴിവാക്കൂ, ലാ തർഹല്ലി ബുഗയതിഹ, മക്കാരിമകളെ ആഗ്രഹിച്ചുകൊണ്ട് നീ നടക്കരുത് എന്നൊക്കെ പാടിയത് ആരാണ്? അല്ലെ? ഹുദയ്യ. നമ്മള് ബലാഗയിൽ പഠിക്കുന്നതാണ് കവിത, വേറെ ഉദ്ദേശത്തിൽ പഠിക്കുന്നതാണെങ്കിലും പാടിയത് ഹുദയ്യയാണ്. ഓക്കെ, മൻകാന യംദഹുൽ മുനാദിറ വൽ ഖസാസിന, മുനാദിറ ഖസാസിനയെ മദ്ഹ് ചെയ്യുന്നത് ആരാണ്? അല്ലെ? ഓപ്ഷൻ സി ഹസ്സാൻ ബിൻ സാബിത്ത്. ഓപ്ഷൻ സി ഹസ്സാൻ ബിൻ സാബിത്ത്. ഓക്കെ, ഹസ്സാൻ ബിൻ സാബിത്ത് ഇസ്ലാമിലേക്ക് നേരത്തെ പറഞ്ഞ ചോദ്യം ഒരു പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. മുനാദിറ ഖസാസിനയെ മദ്ഹ് ചെയ്തിരുന്ന മറ്റു ഒരു സാഹിത്യകാരന് കൂടിയുണ്ട്. ആരാന്നറിയോ? മുനാദിറ ഖസാസിനയെ നാബിയയും ഒരു ചോദ്യത്തിൽ അങ്ങനെ വന്നിട്ടുണ്ട്. മുനാദിറ ഖസാസിനെ മദ്ഹ് ചെയ്തത് ഹസ്സാൻ ബിൻ സാബിത്തിനെയും നാബിയയെയും കൊടുക്കും. അപ്പോ ചോദ്യത്തിലെ ഏത് തരത്തിലാണ് ചോദ്യം വരുന്നതെന്ന് ശ്രദ്ധിച്ചിട്ട് ഉത്തരം ചെയ്ത്. ചിലപ്പം ഹസ്സാൻ ബിൻ സാബിത്ത് ആകുമ്പോൾ ഷായറുൽ ഇസ്ലാമി എന്നോ അല്ലെങ്കിൽ ഒരു ചെറിയ ട്വിസ്റ്റ് അതിലുണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിച്ചുകൊണ്ട്, അപ്പൊ മുമ്പ് അങ്ങനെയും ചോദ്യം വന്നിട്ടുണ്ട്. രണ്ടാളുകളെയും കൊടുക്കുമ്പോൾ എന്താണ് ചോദ്യം എന്ന് ശ്രദ്ധിച്ചിട്ട് നോക്കും. കാരണം നാബിയയും മുനാദിറ ഖസാസിനെയും മദ്ഹ് ചെയ്ത ആളാണ്, ഹസ്സാൻ ബിൻ സാബിത്തും മദ്ഹ് ചെയ്തിട്ടുണ്ട്. ഹസ്സാൻ ബിൻ സാബിത്ത് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സമയത്ത് എത്ര വയസ്സായിരുന്നു? ദഖല ഹസ്സാൻ ബിൻ സാബിത്ത് അൽ ഇസ്ലാം ഇൻദമാ ബലഗ അസ്സിത്തീൻ. 60. ഓപ്ഷൻ എ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തുടങ്ങി. ഇനി ഷുഅറാഉൽ അമവിയ്യീൻ, അമവി കവികളെ കുറിച്ച് നമുക്ക് വേഗത്തിൽ ഒന്ന് പറഞ്ഞു പോകാം. അമവി കവികൾ പിന്നീട് മാപ്പ് നൽകിയത് ആദ്യം. അതെ, ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞു? ഹുദയ്യാന്നാണ് പറഞ്ഞത്. അല്ല, ഹുദയ്യ എന്നാണ് പറഞ്ഞത്. ഇതല്ല, അതെ. കാബുവിന് ഓപ്ഷൻ സി. ഞാൻ മാറിപ്പോയതായിരിക്കും. ഞാൻ ഉദ്ദേശിച്ചത് കാബുവിന് സുഹൈർ ആട്ടോ. ഹുദയ്യ ആണ് പറഞ്ഞതെങ്കിൽ സോറി. ഉമർ റളിയല്ലാഹുവിനാണ് മാപ്പ് കൊടുക്കുന്നത്. ഹുദയ്യക്ക് ഉമർ റളിയല്ലാഹുവിനാണ് 3000. ബുർദ അണിയിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞല്ലോ. നമ്മൾ പറഞ്ഞത് കാബുവിന് സുഹൈർ ആണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഇതിൽ അങ്ങനെ പറഞ്ഞു, സുമ്മ അഫാൻഹു വഖല അലൈഹി ബുർദതഹു, നബിതങ്ങൾ ബുർദ അണിയിപ്പിച്ചത് കാബുവിന് സുഹൈറിനെയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞത് മാറിപ്പോയതായിരിക്കും. ഓക്കെ, അപ്പൊ ഷുഅറാഉൽ അമവിയ്യൂൻ, നമുക്ക് ഈ ഭാഗത്ത് പ്രധാനമായിട്ടും 5 കവികളെയാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഉമർ ബിൻ അബി റബിയ, ജമീൽ ബിൻ മാമർ, അഖ്തൽ, ഫറസ്ദഖ്, ജരീർ. അതിൽ 2 ആളുകൾ ഗസലിന്റെ പേരിലാണ്, ഉമർ ബിൻ അബി റബിയും ജമീൽ ബിൻ മാമറും. മറ്റു 3 ആളുകളും നഖ്ലിന്റെ വിഷയത്തിലാണ്, നഖായിലാണ്, അഖ്തൽ, ജരീർ, ഫറസ്ദഖ്. അസ്റുൽ അമവി ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഏതാണ് അസ്റുൽ അമവി? അസ്റുൽ ലദീ കാനത്ത് ദൗലത്തുൽ ഇസ്ലാമിയ്യ ഫി ഹൗസത്തുൽ ഖുലഫാഉൽ അമവിയ്യീന ബിശ്ശാം മുആവിയ ബിൽ ഖിലാഫ ഇലാ ഖഹറഹും അലൈഹൽ അബ്ബാസിയ്യൂൻ. അല്ലേ? മുആവിയ റളിയല്ലാഹു അൻഹു ഖിലാഫത്തിൽ വന്നത് മുതൽ ഷാമിൽ അമവികളുടെ അധികാരം വന്നത് മുതൽ പിന്നെ ഹിജ്റ 132 അബ്ബാസികൾ അമവികളെ ക്കെതിരെ അധികാരം പ്രയോഗിക്കുന്നത് വരെ ആണ് എന്ത് ചെയ്യുന്നത് ഈ അമവി കാലഘട്ടം എന്ന് പറയുന്നത്. അവരുടെ തലസ്ഥാനം ദിമിഷ്ക്, ഷാമിലെ ദിമിഷ്ക് ആണെന്ന് അറിയാം. 14 ഖലീഫമാരാണ്, ഭരണാധികാരികളാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തെ ഖലീഫ മുആവിയ ബിൻ അബി സുഫിയാൻ ആണ്. അവസാനത്തെ ആൾ മർവാൻ ബിൻ മുഹമ്മദ് ആണ്.
അതൊക്കെ ഓർത്തിരിക്കേണ്ട ഒരു സംഗതിയാണ്. പ്രത്യേകിച്ച് അവസാനത്തെ ഖലീഫ മർവാൻ ബിൻ മുഹമ്മദിനെ കുറിച്ച് ഓർക്കുക. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഗസ്ലാണ് ഒന്നാമതായിട്ട്. ഉമർ ബിൻ അബി റബിയ, ജമീൽ ബിൻ മാമർ. അതിൽ ഗസ്ൽ എന്ന് പറയുമ്പോൾ രണ്ടാളുകളും രണ്ട് രീതിയിലുള്ള ഗസ്ലിന്റെ ആളുകളാണ്. ഒന്നാമത്തത് ഗസ്ലുൽ ബദവി ലഫീഫുൽ നസിരി, മുത്തയ്യിമൂൻ എന്ന് പറയും. അത്തരത്തിലുള്ള ഗസ്ലുകൾ പാടുന്ന കവികളെ മുത്തയ്യിമൂൻ എന്ന് പറയും. എന്ന് വെച്ചാൽ ഒരൊറ്റ ഹബീബത്ത് മാത്രമേ വെച്ചുകൊണ്ട് കവിത, ഗസ്ല്, പ്രേമകാവ്യങ്ങൾ നടത്തുന്ന ആളുകൾ. അവർ ബദവികളായിരിക്കും, അവർ ഗ്രാമീണരാണ്. അഫീഫ് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കരായ ഗസ്ല് നടത്തുന്ന ആളുകൾ. ഒതിരി എന്ന് പറഞ്ഞാൽ നല്ല രൂപത്തിലുള്ള ഗസ്ലുകൾ. ഗസ്ലുൻ നഖിയ്യുൻ ത്വാഹിറുൻ എന്നാണ് പറയുന്നത്, ശുദ്ധമായ അനുരാഗ കാവ്യം. അത് ബനു ഉസറക്കാരാണ് അത്തരത്തിൽ അമവി കാലഘട്ടത്തിലുള്ള കവിത പാടിയിരുന്നത്. ഗസ്ല് കാവ്യങ്ങളെ കൊണ്ട് അറിയപ്പെടുന്ന ബനു ഉസറ, അവർ ഗ്രാമീണരാണ്. ആ ബനു ഉസറയിൽപ്പെട്ട ആളുകളെയാണ് ഇത്തരത്തിലുള്ള ഗസ്ൽ ബദവി ലഫീഫിന്റെ പേരിൽ അറിയപ്പെട്ടിരുന്നത്. അവരിലെ പ്രധാനപ്പെട്ട കവികളാണ് ജമീൽ ബിൻ മാമർ, ലൈലുൽ അഹ്യേലിയ, ഖൈസ് ബിൻ മുലവ്വഹ്, മജ്നുൻ ലൈല എന്നറിയപ്പെടുന്ന ഖൈസ് ബിൻ മുലവ്വഹ്, അതുപോലെ ഖൈസ് ബിൻ ലരീഹ്, അദ്ദേഹം മജ്നുൻ ലുബ്ന എന്നറിയപ്പെടുന്നുണ്ട്. സൂരിമ്മ തുടങ്ങിയുള്ള കവികളൊക്കെ അത്തരത്തിലുള്ള കവികളാണ്, ബദവിയായ ഗസ്ലിന്റെ ആളുകളാണ്. അതിൽ ജമീൽ ബിൻ മാമറിനെ കുറിച്ചാണ് നമുക്ക് സിലബസിൽ ചർച്ച ചെയ്യുന്നത്. രണ്ടാമത്തെ വിഭാഗം ഗസ്ലുൽ ഹവരി അൽ ഇബാഹി അസ്വരീഹ്, നഗര ഭാഗത്ത് ജീവിക്കുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള ആളുകൾ. അവര് ആളുകൾ കാണുന്ന സ്ത്രീകളെ കുറിച്ചൊക്കെ അനുരാഗകാവ്യമാണ്. നഗരത്തിന്റെ ഒരു പ്രത്യേകതയാണ്, അവിടെ ഒരുപാട് സ്ത്രീകൾ അത് മുമ്പ് വാഴുന്നവരെയൊക്കെ കുറിച്ചൊക്കെ എന്ത് ചെയ്യും, അവർ അനുരാഗകാവ്യങ്ങൾ പാടും. അങ്ങനത്തെ അനുരാഗകാവ്യത്തിന്റെ ആളുകളാണ്. സ്വരീഹ് എന്ന് പറഞ്ഞാൽ വളരെ മ്ലേച്ഛമായ രൂപത്തിൽ കവിതകൾ. ഷഅറാഉൽ ലഹബി വൽ മജ്നൂൻ, അവർക്ക് തമാശയും കളിയൊക്കെയാണ്. കവിയായിട്ടൊക്കെ രൂപത്തിൽ കണ്ടിട്ട് അത്തരത്തിൽ അനുരാഗകാവ്യങ്ങൾ പാടിയിരുന്ന ആളുകളെയാണ് എന്ന വിഭാഗത്തിൽ പെടുന്നത്. സ്നേഹത്തിന്റെ വിഷയത്തിലെ ഒരു കളിയും ഒരു മോശത്തരവും ആയ കാര്യമായിട്ട് വിശ്വസിച്ചിരുന്ന അനുരാഗകാവ്യത്തിന്റെ ആളുകൾ. പത്തനംതിട്ട പേര് മിസ്സായ സ്ത്രീകൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് ഇങ്ങനെ ഉള്ള ഒരു അനുരാഗകാവ്യമാണ് പറയുന്നത്. ഒരുപാട് സ്ത്രീകൾക്കിടയിൽ ഉള്ള അനുരാഗകാവ്യങ്ങളാണ് അവർക്കുണ്ടായിരുന്നത്. അത്തരത്തിൽ പാടിയിരുന്ന ആളുകളാണ് ഉമർ ബിൻ അബി റബിയ. നമ്മുടെ സിലബസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഉമർ ബിൻ അബി റബിയെ കുറിച്ചാണ്. അതുപോലെ തന്നെ അഹ്വസ്, അല്ലാഹുൽ യമൻ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള അമവി കാലഘട്ടത്തിലെ കവികളൊക്കെ ഇത്തരത്തിലുള്ള കവിത പാടിയിരുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെട്ടതാണ്. ഒന്നാമതായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജമീൽ ബിൻ മാമർ. ജമീൽ ബിൻ മാമറിനെ കുറിച്ചാണ് ആദ്യമായി നമ്മൾ ചർച്ച ചെയ്യുന്നത്. ജമീൽ ബുസൈന എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നു, അല്ലെ? ബുസൈനയായിരുന്നു അദ്ദേഹത്തിന്റെ, നമ്മൾ ഗസ്ലുൽ അഫീഫിൽപ്പെട്ട ആളാണ്, ഗസ്ലുൽ ബദവി ലഫീഫ്. ജമീൽ ബുസൈന എന്ന ഹബീബത്തിനെ പ്രേമിച്ചതിന്റെ പേരിൽ അറിയപ്പെടുന്നതുകൊണ്ടാണ് ജമീൽ ബുസൈന എന്ന് അദ്ദേഹം പറയുന്നത്. ജമീൽ ബിൻ മാമർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അബു അംർ ജമീൽ ബിൻ മാമർ ബനി ഉസറ, ബനി ഉസറക്കാരായിരുന്നു നമ്മൾ പറഞ്ഞു. ഉമ്മ ജുസാമിയൻ, ബനു ജുസാം ഗോത്രമാണ് അദ്ദേഹത്തിന്റെ ഉമ്മ. ഉമ്മയുടെ ഗോത്രത്തിൽ ഒരുപാട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, കവിത പാടിയിട്ട് ഉമ്മയുടെ ഗോത്രത്തിലായിരുന്നു കുറെ കാലം അദ്ദേഹം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹം മീലാദ് എന്ന് പറയുന്നത് 40-ലാണ്. വാദിൽ ഖുറ, ഹിജാസിന്റെ ഷിമാല ഭാഗത്തുള്ള വാദിൽ ഖുറയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹം തന്റെ ഇബ്നത്തുൽ അമ്മ, പിതൃവിന്റെ മകളാണ് ഉമ്മുൽ ജുസൈറിനോടാണ് ആദ്യം അദ്ദേഹത്തിന് ഇഷ്ടം ഉണ്ടായിരുന്നത്. പിന്നീട് ആണ് ബുസൈനയോടുള്ള അദ്ദേഹത്തിന് പ്രേമമൊക്കെ ഉണ്ടാവുന്നത്. ജമീൽ ബുസൈന എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം അദ്ദേഹം വാദിൽ ഖുറയിൽ താമസിക്കുന്ന സമയത്ത് ഷക്വ അഹ്ലു ബുസൈന മിൻഹും, ബുസൈനയുടെ ആളുകൾ അദ്ദേഹത്തെ കുറിച്ച് പരാതി പറഞ്ഞു. അദ്ദേഹം ബുസൈനയെ ഇഷ്ടപ്പെടുന്നു എന്നുള്ള വിഷയം അവിടുത്തെ ഭരണാധികാരികളോട് പറഞ്ഞു. അപ്പോൾ ഭരണാധികാരി അദ്ദേഹത്തിന് കൊല്ലാൻ വേണ്ടി കൽപ്പന പുറപ്പെടുവിച്ചു. അപ്പൊ അദ്ദേഹം ഹറബഹുവിൽ യമനിലേക്ക് ഓടി, പിന്നെ ഷാമിലേക്ക്, മിസ്ർ, അവസാനം മിസ്റിൽ അങ്ങനെ മിസ്റിൽ വെച്ചിട്ടാണ് അദ്ദേഹം എന്ത് മരണപ്പെടുന്നത്. അങ്ങനെ കല്യാണം കഴിക്കാതെ മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. ഹിജ്റ 82-ൽ. അദ്ദേഹത്തിന്റെ ശാരീരിക ഷക്കിലിയായിട്ടുള്ള വിശേഷണങ്ങൾ പറയും. തൊവീൽ ഖാമ, നല്ല നീളമുള്ള മനുഷ്യനാണ്. അരീലുൽ മൻകിബൈനി, വീതിയുള്ള ചുമലുള്ള ആളാണ്. ജമീലുൽ ഖിൽഖത്തി, സുന്ദരമായ രൂപമുള്ള ആളാണ്. ഹുസ്നുൽ ബിഷറത്തി, നല്ല സ്കിന്നുള്ള ആളാണ് എന്നൊക്കെ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. ബനു ജുസാം ഗോത്രത്തെ അദ്ദേഹം മധു ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞ ബനു ജുസാം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഉമ്മയുടെ ഗോത്രമാണ്. അവരിൽ നിന്ന് നെയ്ലുഹു, അവരിൽ നിന്ന് ഒരുപാട് പാരിതോഷികങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്.
പിന്നെ അദ്ദേഹം ബുസൈനയുടെ വിഷയത്തിലാണ് അദ്ദേഹത്തിന്റെ കവിത, ഈ അനുരാഗ കാവ്യങ്ങൾ, ആ ബുസൈനയുടെ വിഷയത്തിലുള്ള അനുരാഗ കാവ്യം കൊണ്ടാണ് അദ്ദേഹം പ്രസിദ്ധമായിട്ടുള്ളത്. പിന്നെ ബുസൈനയെ കുറിച്ച് ബുസൈനയെ പിന്നീട് ഹുജ്നൽ ഹിലാലിയ എന്ന ആൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു എന്നാണ് റിപ്പോർട്ട്. അദ്ദേഹത്തിനല്ല, ഹുജ്നൽ ഹിലാലിക്കാണ് അദ്ദേഹത്തെ കല്യാണം കഴിച്ചു കൊടുത്തത് എന്ന് പറയപ്പെടുന്നു. ഏതായാലും ബുസൈനക്കും തിരിച്ച് ഇദ്ദേഹത്തിനോടും ഇഷ്ടമുണ്ടായിരുന്നു എന്നും അതിന്റെ പേരിൽ ഇദ്ദേഹം വഫാത്തായതിനു ശേഷം ബുസൈന ഒരുപാട് കരഞ്ഞ് അവരെ കുറിച്ച് കവിത എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഏതായാലും നമ്മുടെ ജമീൽ ബിൻ മാമറിനെ കുറിച്ച് പറയുന്നത് നേരത്തെ പറഞ്ഞ വിഷയം തന്നെ. അദ്ദേഹം യമനിലേക്ക്, ഷാമിലേക്ക്, മിസ്റിലേക്ക് എന്നുള്ള ആ ഒരു വിഷയം പലപ്പോഴായിട്ട് ചോദിച്ചതാണ് അദ്ദേഹം ഓടിപ്പോയത്. ഇവരുടെ കുടുംബത്തിന്റെ പരാതി കാരണത്താൽ അദ്ദേഹം ഓടിപ്പോയത് യമന്, ഷാം, മിസ്ർ ഇങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട്. പിന്നെ പറയുന്ന കഥ തന്നെയാണ്, ആ വിഷയം തന്നെയാണ്. കുടുംബക്കാരെ അത് ആക്ഷേപിക്കുന്നതും അദ്ദേഹം ഈ സ്ഥലങ്ങളിലേക്കൊക്കെ ഓടിപ്പോയി അവിടെ പോയി മരണപ്പെടുന്നതും. രണ്ടാമതായിട്ട് നമ്മൾ ഉമർ ബിൻ അബി റബിയെ കുറിച്ചാണ് ചർച്ച ചെയ്യാനുള്ളത്. രണ്ടാമത്തെ ഗസലിന്റെ ആള്, ഗസലുൽ സരീഹ്, ഗസലുൽ ലാഹി വൽ മജ്നൂൻ എന്നൊക്കെ പറയുന്ന ആ ഗസലിന്റെ മോശപ്പെട്ട രൂപത്തിൽ അനുരാഗ കാവ്യങ്ങൾ പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന്റെ പേര് അബുൽ ഖത്താബ് അബു ഹഫ്സ് എന്ന കുഞ്ഞത്തലമൊക്കെ അദ്ദേഹത്തിനുണ്ട്. ഉമർ ബിൻ അബി റബിയ അൽ ഖുറൈശി, അദ്ദേഹം ഖുറൈശി വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയാൻ, ഖുറൈശികൾക്ക് എല്ലാ വിഷയങ്ങളിലും അവർക്ക് മുൻഗണന ഉണ്ടെങ്കിലും അവരിൽ ഒരു കവി ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹം വന്നതോടുകൂടി ആ ഒരു വിഷയം കൂടി തീർന്നു എന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയാറുണ്ട്. ബനു മഖ്സൂം ഗോത്രത്തിൽപ്പെട്ട അവസാനത്തെ കവി എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. മഖ്സൂമിയാണ്. അദ്ദേഹം ജനിക്കുന്നത് മദീനയിലാണ്. ഉലീദ ബിൽ മദീന ലൈലത്തെ മാത്ത ഉമർ ബിൻ ഖത്താബ്. ആ ചോദ്യം വന്നിട്ടുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു മദീനയിൽ വഫാത്താകുന്ന സമയം ഹിജറ 23-നാണ് ഇദ്ദേഹം മദീനയിൽ ജനിക്കുന്നത്. അന്നത്തെ രാത്രിയാണ് ജനിക്കുന്നത് എന്ന് ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നു. പിന്നെ ഇസ്മു അബീഹി വ ഉമ്മിഹി, അദ്ദേഹത്തിന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും പേര്. ഉപ്പയുടെ പേര് അബ്ദുല്ലാഹിബിൻ അബി റബിയ. അബ്ദുല്ലാഹിബിൻ അബി റബിയ നബിയുടെ കാലഘട്ടത്തിലും പിന്നീട് ഖുലഫാഇന്റെ കാലഘട്ടത്തിലും ഗവർണറായിരുന്നു, മദീനയിലെ ഗവർണറായിട്ട് ഉണ്ടായിരുന്ന ആളായിരുന്നു അബ്ദുല്ലാഹിബിൻ അബി റബിയ. അദ്ദേഹത്തിന്റെ ഉമ്മയാണെങ്കിൽ യമനിയത്തും ഹദറമിയത്തും ആയിരുന്നു. മജ്ദ എന്നായിരുന്നു പേര് എന്ന് അറിയപ്പെടുന്നു. അദ്ദേഹത്തെ ചെറുപ്പത്തിൽ തന്നെ കവിതയ്ക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചു. വലിയ കവികളെയൊന്നും അദ്ദേഹം തുടക്ക കാലഘട്ടത്തിൽ വലിയ ഗൗനിച്ചിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ജരീർ എന്നവര് ഇത് വലിയ കവികളെ ഗൗനിക്കാത്തതുകൊണ്ട് ജരീർ ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് മാസാല ഹാദൽ ഖുറൈശി യുഹദി, എന്താണ് ഈ ഖുറൈശി ആയിട്ടുള്ള ആള് ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഹത്താ ഖാല ഷേർ, കവിത പറയുന്നത് വരെ, കവിത പറയുന്നവരെ മറ്റുള്ളവരെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണല്ലോ ഇയാള് എന്ന് അദ്ദേഹത്തെ കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, ജരീർ പറഞ്ഞിട്ടുണ്ട് എന്ന്. അദ്ദേഹത്തിന്റെ കവിതയുടെ പ്രത്യേകത ഖസറഹു ഷിഅറ, കവിതയെ അദ്ദേഹം ചുരുക്കിയതല്ല വസ്ഫി നിസായി, സ്ത്രീകളെ മാത്രം വിശേഷിപ്പിക്കാനാണ്. അപ്പൊ തസാവുരിഹിന്ന, അവരെ കുറിച്ച് മോശം പറയാനും, മുദാഅബത്തി ബാദിഹിന്ന ബിഉസ്ലൂബിൻ റഷീഖിൻ വ മുബ്തകിരിൻ, അവരിൽ ചില ആളുകളെ കുറിച്ച് കളിതമാശകൾ പറയാനും വേണ്ടിയിട്ട്, സ്ത്രീകളിൽ ചിലവരെ കുറിച്ച് കളിതമാശകൾ വളരെ രസകരമായ നൂതനമായ രൂപത്തിലൊക്കെ പറഞ്ഞു തീർക്കാനാണ് അദ്ദേഹം കവിത ഉപയോഗിച്ചിരുന്നത്. ഇബ്നു ജുറൈജ് എന്നവർ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് മാ ദഖലൽ അവാതിഖു ഫീ ഖുദൂരിഹിന്ന ഷൈഉൻ അദറു അലൈഹിന്ന മിൻ ഷെയ്രി ഇബ്നു അബി റബിയ, ഇബ്നു അബി റബിയയുടെ കവിതയേക്കാൾ മോശപ്പെട്ട ഒരു വസ്തുവും സുന്ദരികളായ സ്ത്രീകൾ അവരുടെ വീടുകളിൽ പ്രവേശിപ്പിക്കുന്നതായിട്ട്, അതിനേക്കാൾ മോശപ്പെട്ടതായ വേറൊന്നും സുന്ദരികളായ സ്ത്രീകൾക്ക് അവരുടെ വീടുകളിൽ പ്രവേശിപ്പിക്കാനായിട്ട് ഉള്ളതായി ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾ അവരുടെ വീടിന്റെ ഉള്ളറകളിൽ വെക്കുന്ന ഏറ്റവും മോശപ്പെട്ട വസ്തു എന്ന് പറയുന്നത് അത് ഇബ്നു അബി റബിയയുടെ കവിതയാണ് എന്നാണ് ഇബ്നു ജുറൈജ് പറഞ്ഞു വെക്കുന്നത്. പിന്നെ ദഹ്ലക്കിലേക്കാണ് അദ്ദേഹത്തെ ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു എന്ത് ചെയ്യുന്നുണ്ട്, ദഹ്ലക്കിൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നാട് കടത്തി. ദഹ്ലക്ക് ഒരു ദ്വീപാണ്. ഹിദാ ജുസുറുൽ ബഹറുൽ അബിയം ബൈന ബൈലാദുൽ യമൻ വൽ ഹബശ. നമ്മുടെ അമവി കാലഘട്ടത്തെ കുറിച്ച് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു മംഫയാണ്, അവരുടെ ബനു ഉമയ്യയുടെ ഒരു നാട് കടത്തുന്ന സ്ഥലം അല്ലെ.
പല ശ്രീലങ്ക പിന്നീട് ഒരു മംഫയായിരുന്ന പോലെ അന്നത്തെ കാലത്ത് അമവി കാലഘട്ടത്തിലെ ഒരു മംഫയായിരുന്നു ദഹ്ലക്ക്. ആ മംഫയിലേക്ക്, അമവികളുടെ മംഫയായ ദഹ്ലക്കിലേക്ക് അദ്ദേഹത്തെ നാട് കടത്തി. ബഹറുൽ അബിയദിലെ ഒരു ദ്വീപാണ് ഈ പറയുന്ന ദഹ്ലക്ക്. ബിലാദുൽ യമനി വൽ ഹബ്ഷ, ഹബ്ഷക്കും എത്യോപ്യക്കും യമനും ഇടയിലുള്ള ബഹറുൽ അബിയദിലെ ഒരു ദ്വീപാണ് ഈ ദഹ്ലക്ക്. അതായത് മംഫ ബനിയുമക്കാരുടെ മംഫയായിരുന്നു. അവിടുന്ന് അദ്ദേഹം തൗബ ചെയ്ത് മടങ്ങി വരുന്നുണ്ട്. പിന്നീട് പരിത്യാഗിയായി നല്ല രൂപത്തിൽ ജീവിച്ചു എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അദ്ദേഹം മരണപ്പെടുന്നത് ഹിജ്റ 93-ലാണ്, 70-ാമത്തെ വയസ്സിലാണെന്നൊക്കെ പറയുന്നു. അറബികൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഖുറൈശികളെ എല്ലാ വിഷയത്തിലും മുൻപന്തിയിലാണ് എന്ന് അംഗീകരിച്ചിരുന്നെങ്കിലും കവിതയിൽ മാത്രം ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ ഉമർ ബിൻ അബി റബിയ വന്നതോടുകൂടി അതും അവർ ഖുറൈശികൾ മുന്നിലാണ് എന്ന് അംഗീകരിച്ചു എന്നാണ് പറയുന്നത്. ഹിഷാം ബിൻ ഉർവ അദ്ദേഹത്തിന്റെ കവിതയെ കുറിച്ച് പറയുന്നത്, എല്ലാ തുറവു ഫതയാനിക്കും ഷിയാറബിൻ അബി റബിയ അല്ല തവറത്തു ഫി സിനാ തവറത്തൻ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഉമർ ബിൻ അബി റബിയുടെ കവിത പാടിക്കൊടുക്കരുത്, കാരണം അവർ അത് സിനയിലേക്ക് ഉള്ള ഒരു വഴിയായി സ്വീകരിക്കും, സിനയിൽ പോയി വീഴും, വ്യഭിചാരത്തിലേക്കുള്ള വഴിയായി അത് മാറുമെന്ന്. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് ഈ ഉമർ ബിൻ അബി റബിയുടെ കവിത പറഞ്ഞു കൊടുക്കരുത് എന്ന് പറയാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വിശേഷണങ്ങൾ പറയുന്നത് ലബ്ബാസൻ ഹുസ്നൽ ഹിന്ദ്, അദ്ദേഹം നല്ല വസ്ത്രം ധരിക്കുന്ന ആളാണ്, നല്ല സുന്ദരമായ രൂപമുള്ള ആളാണ്. റബിയൽ ഖൽഖ്, ഇദ്ദേഹം നല്ല കാണാൻ ഭംഗിയുള്ള മനുഷ്യനാണെന്ന് പൊതുവെ പറയുന്നത്. നല്ല വസ്ത്രധാരിയാണ്, നല്ല രൂപത്തിൽ വസ്ത്രം. അദ്ദേഹം ഖനിയുമാണ്, പിതാവ് ഗവർണറൊക്കെ ആയതുകൊണ്ട് തന്നെ റബിയൽ ഖൽഖ്, ആളുകളുടെ ഇടയിൽ നല്ല സംതൃപ്തോട് നല്ല രൂപത്തിൽ പെരുമാറുന്ന ആളാണ്. ജവാദിൽ നല്ല ധർമ്മിഷ്ഠനാണ്. ആദുൽ ഹദീസ്, സുന്ദരമായി സംസാരിക്കാൻ കഴിയുന്ന ആളാണ്. ബസീറം ബി ഖിതാബിൻ നസാ, പ്രത്യേകിച്ച് സ്ത്രീകളോട് എങ്ങനെ സംസാരിക്കണമെന്ന് നന്നായി അറിയുന്ന ആളാണ്. മാഷയുടെ ദുആവത്തിൽ മർഹ, പ്രത്യേകിച്ച് ഒന്ന് കളിയാക്കിയിട്ടും സന്തോഷിപ്പിച്ചിട്ടൊക്കെ സ്ത്രീകളോട് നന്നായി സംസാരിക്കും. ഏതായാലും വലുതായപ്പോ അദ്ദേഹം തൗബ ചെയ്തു. അങ്ങനെ അദ്ദേഹം നദറഹു എന്ന് പറഞ്ഞ അദ്ദേഹം നേർച്ചയാക്കി റഖബത്തിൻ, ഓരോ ലിക്കുല്ലി ബൈത്തി ഷെയരിൻ യഖൂലുഹു, ഇനി പറയാൻ പോകുന്ന ഓരോ കവിതയിലെ ശകലങ്ങൾക്കും ഓരോ ബൈത്തിനും അദ്ദേഹം ഓരോ അടിമ സ്ത്രീയെ മോചിപ്പിക്കാൻ അദ്ദേഹം എന്ത് ചെയ്തു, നേർച്ച ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ നല്ല ഒരു മനുഷ്യനായി എന്ന് പറഞ്ഞു വരുന്നു. അദ്ദേഹം കല്യാണം കഴിച്ചത് കുൽസും ബിൻത് സഅദുൽ മഖ്സൂമിയയാണ്. അവരിൽ നിന്നുണ്ടായിരുന്ന മകൻ ജുവാൻ എന്ന പേരുള്ള മകൻ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. അൻസാരികൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്, മാ ഉസിയല്ലാഹു ബിശൈഇൻ കമാ ഉസിയ ബിശൈരി ബിൻ അബി റബിയ, അള്ളാഹുവിനോട് ആളുകൾ തെറ്റ് ചെയ്യുന്നതായിട്ട് ഇബ്നു റബിയയുടെ, ഉമർ ബിൻ അബി റബിയയുടെ കവിത കൊണ്ട് ആളുകൾ തെറ്റ് ചെയ്യുന്ന പോലെ വേറൊന്നുകൊണ്ടും എന്ത് ചെയ്യുന്നില്ല, അള്ളാഹുവിനോട് ആളുകൾ തെറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിനോടുള്ള ആളുകളുടെ തെറ്റുകൾ കൂടുതലും വന്നിട്ടുള്ളത് ഉമർ ബിൻ അബി റബിയുടെ കവിത മൂലമാണ് എന്ന് അൻസാരികളിൽ ചില ആളുകൾ പറഞ്ഞു വെച്ചു എന്ന്. പിന്നെ അദ്ദേഹം ജീവിച്ചത് ഫി നഅമത്തി അബീഹി അബ്ദുല്ല, ഉമർ ബിൻ അബി റബിയ എന്ന് പറഞ്ഞ, അബി റബിയ എന്ന് പറഞ്ഞാൽ അബ്ദുള്ള എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അബ്ദുള്ള എന്നതിന്റെ പിതാവിന്റെ എന്താണ് ആ അനുഗ്രഹത്തിൽ, അദ്ദേഹത്തിന്റെ സമ്പത്തിലാണ് ഇദ്ദേഹം വളർന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം മോശപ്പെട്ട സ്വഭാവത്തിന്, പ്രത്യേകിച്ച് പിതാവ് ഗവർണർ ആയതുകൊണ്ട് സ്ഥലത്തുണ്ടാവൂല, മറിച്ച് ഉമ്മയും ഉമ്മയുടെ മറ്റുള്ള സ്ത്രീകളും മാത്രമുള്ളൂ. അപ്പൊ അവർക്കിടയിൽ ആ ഒരു അനുഗ്രഹത്തിൽ, ഐശ്വര്യത്തിൽ ജീവിച്ചത് കൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള സ്വഭാവത്തിനുടമയായി എന്ന് പറഞ്ഞത്. അബ്ദുള്ള എന്നവര് ആമിലുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഖുലഫായി സലാസ, നബിതങ്ങളുടെയും അവിടുത്തെ ശേഷമുള്ള 3 ഖലീഫുമാരുടെയും ഗവർണർ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് മുമ്പ് ചോദ്യങ്ങളിൽ വന്നതാണ്. കാന അബൂഹു ആമിലു റസൂലി വൽ ഖുലഫായി സലാസ, ആരാണത് എന്ന്. പിന്നെ നമ്മള് രണ്ടാമത്തെ വിഭാഗം കവിത അഥവാ നഖായിലിൽ നോക്കുമ്പോൾ ഒന്നാമതായിട്ട് ഇവിടെ പറയാനുള്ളത് അഖ്തൽ എന്നവരെ കുറിച്ചാണ്. പിന്നെ ജരീർ, ഫറസ്ദഖ്, ഈ 3 ആളുകളാണ് ഇനി പറയാനുള്ളത്. ഏതായാലും സമയം അത്യാവശ്യമായി. ഇനി 3 ആളുകളെ കുറിച്ച് പറഞ്ഞു തീർക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലൊക്കെ ചോദിക്കാം. ശുക്രൻ ലക്കും അലാ ഹുസ്നി ഇസ്തിമാഇക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.